ഈ ആഴ്ച ഞാൻ കണ്ടത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് ദ ഇയറും വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവീസ് എവർ മെയ്ഡും വൺ ഓഫ് ദ ബെസ്റ്റ് വെബ് സീരീസ് മെയ്ഡ് ഓൺ ബേസ്ഡ് ഓൺ എ കോമിക് ബുക്കും പിന്നെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് മൂവീസ് ഐ ഹാവ് സീൻ ദിസ് ഇയർ. ഇൻസ്റ്റാഗ്രാം തുറന്ന ഈ ഒരു പെൺകുട്ടിയുടെ റീലും ഇവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്സും മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ഈ ആഴ്ച നമ്മളെ പഠിപ്പിക്കുന്നത് പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, തലയ്ക്കകത്തും കുറച്ച് കഴിവും കൂടി വേണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹോളിവുഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്, അതും ഇപ്പോൾ റൈറ്റ് നൗ. വീണ്ടും ഇന്ത്യക്കാരുടെ മാനം ഇന്ത്യക്കാരനെ കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും നല്ല ഊക്കി വിടുന്നുണ്ട് ഈ ഒരു കമ്പനി. എൻ്റെ ലാസ്റ്റ് വീക്ക് കിഡിലായിരുന്നു. അതായത് ഐ ഫിനിഷ്ഡ് എ ട്രബിൾ. അതായത് 3 സിനിമ ഒരു ദിവസം. ഞാൻ ഇങ്ങനെ അവസാനം കണ്ടത് ഈ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ക്ലാസ് സെറ്റ് ചെയ്തിട്ടൊക്കെ പോകുമല്ലോ, അപ്പോഴാണോ ലിറ്ററലി ഓർമ്മയില്ല. അത്രയും മുന്നെയാണ് ഒരു ദിവസം 3 സിനിമ. 2 സിനിമയൊക്കെ കാണാറുണ്ട്, പക്ഷേ 3 സിനിമ കാണുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. രാവിലെ അങ്ങോട്ട് ഇറങ്ങി, പിന്നെ ഉച്ചയ്ക്കുള്ളത്, 12 മണിക്കുള്ളത്, 4 മണിക്കുള്ളത്, 7 മണിക്കുള്ളത്, അങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. കിട്ടലായിരുന്നു. ഞാൻ ആദ്യം കണ്ടത് വൻ പൊളി, രണ്ടാമത് കണ്ടത് അതിലേറെ പൊളി. അവസാനം 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ പെപ്പേൻ്റെ സിനിമൻ്റെ എല്ലാം കാട്ടാളിലുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാസ്റ്റോ, ഏത് ബ്ലാസ്റ്റ്? അർജുൻ്റെ ഒക്കെ സിനിമ, ഇതൊക്കെ എന്ത് സിനിമ? ഇത് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ അന്ന് ഇതിൻ്റെ ഒരു റിവ്യൂസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഏത് ബ്ലാസ്റ്റ്? അതൊന്നും വേണ്ട, നമുക്ക് കാട്ടാൾ. അപ്പോഴേക്കും കുറേ നെഗറ്റീവൊക്കെ വന്നു. എന്താണെന്ന് അറിയാലോ, എത്രത്തോളം തല്ലിപ്പിളയാണെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ടാണ് പോയി കാണുന്നത്. ഓഫ് കോഴ്സ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല തല്ലിപ്പിളയായിരുന്നു. സോ ഐ മിസ്ഡ്, ജസ്റ്റ് മിസ്സായത് ആ ബ്ലാസ്റ്റിന് പോയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ 4ാമത്തെ സിനിമ കാണാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് കണ്ടില്ല. സോ ഐ ഹാഡ് ഫൺ ലാസ്റ്റ് വീക്ക്. പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹോളിവുഡുകാരൊക്കെ മറ്റേ ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ ഹോളിവുഡിൻ്റെ ടോപ്പ് കളക്ഷൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 1ാമത്തെയും 2ാമത്തെയും സ്ഥാനങ്ങൾ ഈസ് ബൈ നോ വൺ, ലൈക്ക് ലിറ്ററലി നോ വൺ. ഈ സ്റ്റുഡിയോ, ഹോളിവുഡ് സ്റ്റുഡിയോ, പൈസ വാരി എറിയുന്ന ടീംസ്, ഡിസ്നി, വാർണർ ബ്രോസ്, പാരമൗണ്ട്, അങ്ങനത്തെ ഒരാൾക്കാരുടെ അല്ല, 2 ഇൻഡിപെൻഡൻ്റ് ആൾക്കാർ. അത് 2 പേരും യൂട്യൂബിൽ നിന്ന് വന്ന ആൾക്കാർ. 2 യൂട്യൂബേഴ്സ് എടുത്ത സിനിമകളാണ് ഫസ്റ്റും സെക്കൻഡും പൊസിഷനിൽ ഇപ്പോൾ റൈറ്റ് നൗ. നിങ്ങൾക്കത് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ദിസ് ഇയർ. അത് നിങ്ങൾ കുറേ പേര് മിസ് ചെയ്തിട്ടുണ്ടാവും. അതും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവീസ് എവർ മെയ്ഡ്. ഓക്കെ, അതും ആലോചിക്കണം, 1 മില്യൻ്റെ താഴെ, 750K'ക്കാണ് ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. $750K എന്ന് പറഞ്ഞാൽ 7 കോടി രൂപ. 7 കോടി രൂപ നമ്മുടെ മലയാള സിനിമയൊക്കെ എടുക്കുന്നേക്കാളും കുറവ് പൈസയ്ക്കാണ് ഒരു ഹോളിവുഡ് സിനിമ എടുത്തിരിക്കുന്നത്. ഏതാ സിനിമ അറിയോ? അപ്പോൾ അതുണ്ട്. പിന്നെ കാട്ടാളിനെ കുറിച്ച് പറയാം. കാട്ടാളിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആക്കി. ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീംസ് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. ഡോണ്ട് വേസ്റ്റ് ടൈം, ലെറ്റ്സ് ഗോ ടു ദ റിവ്യൂ സെക്ഷൻ ഓഫ് ദി വീക്ക്. സോ ഫസ്റ്റ് ഞാൻ കണ്ട സിനിമ ബ്രോഡ്വേസിലാണ് ഞാൻ പോയത്. ഇത് റിലീസ് ഡേ ആയിരുന്നു, 29 റിലീസ് ഡേ ആയിരുന്നു. 12 ഷോ, ഫസ്റ്റ് ഷോ ആയിരുന്നു അത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിനെ വലിയ പ്രമോഷനൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും ഇൻ്റർനെറ്റിലും ഇതൊക്കെ അറിഞ്ഞു വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു 50-60% ഫുള്ളായിരുന്നു. സിനിമ പേര് അറിയാലോ, ഒബ്സഷൻ. കറി ബേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിയുണ്ട്. ഈ ചങ്ങായിൻ്റെ ഒരു ഫേസ് ഒരു പ്രത്യേക രീതിയിലുള്ള ഭയങ്കര ഒരു അനിമേറ്റഡ് ഫേസ് പോലെയാണ് ചങ്ങായിൻ്റെ. അപ്പം ഞാൻ ഈ പണ്ട് തന്നെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര കഴിവുള്ള, അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഹാഷിറുണ്ട്, പിന്നെ നമ്മുടെ വേറെ കുറേ സോഡ്ജ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ ഇങ്ങനത്തെ ഈ സ്കിറ്റുകൾ പോലെ ചെയ്യുന്നത്. ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, മിക്കവാറും ഫണ്ണായിരിക്കും, ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ അവിടെ ഉണ്ടല്ലോ, അമേരിക്കയിലുണ്ട്, ഹോളിവുഡിലുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്റ്റൈൽ ആയിരിക്കും ഫോളോ ചെയ്യുക. പക്ഷേ അവർ ഭയങ്കര ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു രസമുണ്ടാവും അവരുടെ വീഡിയോസൊക്കെ കാണാൻ. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ കറി ബേക്കറുണ്ട്, സ്റ്റീവി എമേഴ്സൺ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ചങ്ങായുണ്ട്.
അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിലേക്ക് ആക്ടേഴ്സ് പറഞ്ഞാൽ ദേ ആർ ലൈക്ക് പ്രോ ആക്ടേഴ്സ് പോലെ ഉണ്ടാവും. നമുക്ക് ആ സ്കിറ്റൊക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു ആക്ടിങ് നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ലൈക്ക് ഇറ്റ്സ് വെരി പ്രോ ലെവൽ. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അതിലെ ഒരു ചങ്ങായാണ് കറി ബേക്കർ എന്നുണ്ട്. ഈ ചങ്ങായിൻ്റെ ഫേസ് നിങ്ങൾ ഒരു തവണ കണ്ടാൽ പിന്നെ മറക്കില്ല. കാരണം അങ്ങനത്തെ ഒരു ഫേസാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു 1 മില്യൻ്റെ താഴെ ബഡ്ജറ്റിലൊരു സിനിമ എടുക്കുകയാണ്. ഓക്കെ, ഹൊറർ മൂവിയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന 2 ആൾക്കാരുണ്ട്. അതിൽ ചെക്കൻ ഒരു അങ്ങനത്തെ ഒരു അഭിനയം, എപ്പോഴും ഒരു പേടിച്ച് പോലെ അഭിനയിക്കുന്നത്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരുള്ളൂ. ഇതിലൊരു ആക്ട്രസ് ഉണ്ട് മോനെ, ഇൻഡി നെവരറ്റെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. നെവരറ്റെ എന്ന് തന്നെയാണോ എന്നറിയില്ല, ഇന്ത്യന്ന് അത് കറക്റ്റാണ്, നമുക്ക് ഇന്ത്യന്ന് വിളിക്കാം. ഈ പെൺകുട്ടിയാണ് ഫുൾ എൻ്റെ ഫീഡിൽ. ഇവരുടെ ഓരോ എഡിറ്റ്സ് തന്നെയാണ് ഫുള്ള്. ലൈക്ക് സ്ക്രോൾ ചെയ്യുന്നു, ഇവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ഓരോ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഷീസ് ലൈക്ക് ബ്ലോയിങ് അപ്പ്. കാരണം ഏതാ മോനെ ആക്ടിങ്, ബഡ്ജറ്റില്ല, വലിയ CGI പരിപാടി ഒന്നുമില്ല. ആകെ ഒരു 4-5 ആക്ടേഴ്സ് ഉണ്ട്. കറക്റ്റ് പറഞ്ഞാൽ 4 പേരേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോകണം, ചെറിയൊരു 10 സെക്കൻഡ് 1 മിനിറ്റൊക്കെ വന്ന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ മെയിനായിട്ട് 4 പേര്, മെയിനായിട്ട് 2 പേര്, മെയിനായിട്ട് 2 പേര്, ഒരു ചെക്കൻ പെണ്ണ്. എൻ്റെ മോനെ ആ പെൺകുട്ടി പൊസസ്ഡായിട്ട് പോലെ കുറേ സീനുകളുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളിങ്ങനെയാണ്, ഒരു ബാധ കയറി പ്രേതമായി എന്ന് പറഞ്ഞ പെൺകുട്ടി എങ്ങനെയായിരിക്കും, കുറേ മറ്റേ കണ്ണടയിലേക്ക് വന്നിട്ട് എന്നൊക്കെ കൊണ്ട് പേടിപ്പിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല എപ്പോഴും. അതെല്ലാം മോനെ ഇത് ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ തിയേറ്ററിലൊക്കെ ചിരി, എല്ലാവരും ഒരേ ചിരി. ഞാനൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ കാണുന്നു കുറേ സീനുകളൊക്കെ. ഇവർ ചിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ചിരി, കാരണം പേടിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിലവിളിക്കാൻ പറ്റില്ലോ. അപ്പോൾ എല്ലാവരും ഇത് ചിരിക്കുക. ഞാൻ കുറച്ച് സീനിലൊക്കെ ചിരിച്ചു. കാരണം പേടി പറഞ്ഞാൽ ഈ പ്രേതം പേടിയല്ല, ഇനി ഇവരെന്ത് ചെയ്യും, നെക്സ്റ്റ് വാട്ട് വുഡ് ഷീ ഡു, അതാണ് നമ്മൾ പേടിപ്പിക്കുക. കാരണം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ് ഗോസ് ലൈക്ക് ഈ എക്സ്ട്രീം ലെഫ്റ്റിക്ക് എക്സ്ട്രീം റൈറ്റിക്ക് പോവാം, എന്ത് സംഭവിക്കും ഒരു പിടിയില്ല. അങ്ങനത്തെ കുറേ സീനുകളുണ്ട്, ടെൻഷൻ അടിപ്പിച്ച് ഇല്ലാണ്ടാക്കി കളയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒബ്സഷൻ്റെ കഥ. എന്താണ് കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഭയങ്കര കുറേ ആലോചിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അത് വെറുതെ ഒരു ഹൊറർ മൂവി മാത്രമല്ല, അതുകൊണ്ടൊക്കെയാണ് ഇറ്റ്സ് റിയലി കണക്റ്റിംഗ് വിത്ത് പീപ്പിൾ. അല്ലാണ്ട് ചുമ്മാ ഒരു വീട്, അവിടെ ഒരു പ്രേതം, പിന്നെ ആ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ 2 പേര് വരും, പിന്നെ അത് ഒഴിപ്പിക്കാൻ, അതല്ല, ആ ഹൊററേ അല്ല ഇത് വേറെ തന്നെ ഒരു ഹൊറർ. ഇത് ആക്ച്വലി നമ്മൾ ഈ യൂട്യൂബ് യൂട്യൂബ് ഇങ്ങനെ സ്കിറ്റുകളിലൊക്കെ കാണുന്ന ഒരു സ്റ്റോറി ഉണ്ടാവില്ലേ, ചെറിയ സ്റ്റോറി ആയിരിക്കും, പക്ഷെ അതിന് അവരൊരു ഫുൾ ലെങ്ത് മൂവി ആയിട്ട് ഇറക്കുക. ആകെ 1 മണിക്കൂർ 2 മണിക്കൂർ താഴെ ഉള്ളൂ, മതി. പൊളി. ഇതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു തോന്നിവാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും എല്ലാവരോടും ഈ സിനിമ കാണാൻ പോരുത് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അത്രയും സിനിമ അടിപൊളി, കാണാൻ പോരുത് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 മെയിൻ സീന് സെൻസർ ബോർഡുകാർ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സീന് ഒരു ബ്ലഡി സീന് പോലത്തെ, ഇങ്ങനെ ചോരയൊക്കെ ഇങ്ങനെ തെറിക്കുന്ന പോലത്തെ സീന്, അത് പിന്നെ പോട്ടേന്ന് വയ്ക്കാനൊന്നും പറ്റില്ല, ഇത് ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഈസ് ഫോർ അഡൽട്ട്സ്. ഈ അഡൽട്ടിന് ഇത് കാണാൻ എന്താണ് കുഴപ്പം? സെൻസർ ബോർഡുകാരെ തെറി വിളിക്കാൻ പോയാൽ പിന്നെ അതിന് തന്നെ ഒരു 1/2 മണിക്കൂർ പോകും. സോ ഒരുപാട് തെറി വിളിക്കില്ല. നമ്മൾ ഓൾറെഡി ഇത് കുറേ വീഡിയോയിൽ വിളിച്ചതാണ്. സൂപ്പർമാൻ്റെ സമയത്തോട്ട് നമ്മൾ തെറി വിളിക്കാൻ തുടങ്ങിയാണ്. സൂപ്പർമാൻ കിസ് ചെയ്യണത് വരെ കട്ട് ചെയ്ത ആൾക്കാരാണ് അവരാണ്. ഈ സർട്ടിഫിക്കറ്റ് അത് പിന്നെ കുട്ടികൾ കാണാനുള്ളതാണ്, അതുകൊണ്ട് ഉമ്മ വയ്ക്കുന്ന സീന് കട്ട് ചെയ്തു എന്ന് പറയും. ഇത് അഡൽട്ട് മൂവിയാണ്. അഡൽട്ട് മൂവിയിൽ ചോരൻ്റെ സീന് കട്ട് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യും, A+, അഡൽട്ട് മൂത്തവർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ 10-21 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് പ്ലസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോവാ, എന്നിട്ട് ഇത് മുഴുവൻ കാണിക്കണേ. വാട്ട് ആർ യു ഈവൻ കവറിങ് ഫോർ? നമ്മളെന്താ പൊട്ടന്മാരാണെന്നാണ് നിങ്ങളൊക്കെ വിചാരം? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇങ്ങനെ ആയി പോകുന്നതാണോ വിചാരം? ശരി, അപ്പോൾ ഒന്നാമത്തെ സീന് അത്. രണ്ടാമത്തെ സീനേ ക്ലൈമാക്സിൽ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ കട്ട് ചെയ്തിരിക്കുക. അതെങ്ങനെ കട്ട് ചെയ്തിരിക്കുക വെച്ച് കഴിഞ്ഞാൽ,
ക്രൂഷ്യൽ സീന്. ആ കട്ട് ചെയ്തതിൻ്റെ ഒരു 2 സെക്കൻഡ് അങ്ങോട്ട് കട്ട് ചെയ്തതുണ്ടല്ലോ, എന്താണെന്നേ മനസ്സിലാവില്ല. ക്ലൈമാക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കറക്റ്റ് കട്ട് ചെയ്തിരിക്കുക. അതായത് മാക്സിമം എത്ര കട്ട് ചെയ്യാൻ പറ്റും അത് കട്ട് ചെയ്തിരിക്കുക. ആ സീനും കഴിഞ്ഞിട്ട് ഒരു 3-4 സെക്കൻഡ് ഇങ്ങോട്ട് കട്ട് ചെയ്താൽ കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ അപ്പോൾ ഇവൻ അവിടെ എന്താ സംഭവം എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോഴേ ആകെ ഒരു കൺഫ്യൂഷനാണ്. പെട്ടെന്ന് ഇവരിങ്ങനെ ഭയങ്കര ഒരു പീക്ക് മൊമെൻറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേറൊരു സീനിൽ ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ ഈ അവിടെ എന്ത് നടന്നത് നമുക്കറിയില്ല. ഇനി എന്ത് ചെയ്യണം? ടോറൻറ്റിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സീന് അവിടെ എന്ത് സംഭവിച്ചെന്ന് കാണണം. അല്ലാണ്ട് വേറെ വഴിയില്ല. സോ ആക്ച്വലി ദിസ് സെൻസർ ബോർഡ് ഈസ് പ്രൊമോട്ടിങ് പൈറസി, ഫോഴ്സ്ഫുള്ളി പ്രൊമോട്ടിങ് പൈറസി. കാശ് തരാ, ഞങ്ങൾ തിയേറ്ററിൽ പോയി കാശ് മുടക്കി സിനിമ കാണാം, ഞങ്ങൾക്ക് പൈറസി വേണ്ട, ഞങ്ങൾ ഫസ്റ്റ് ഡേ എത്ര രൂപയായാലും ഞങ്ങൾ പോയി കാണാം എന്ന് പറഞ്ഞാലും പറ്റില്ല. നിങ്ങൾ പൈറസി ചെയ്തേ പറ്റുള്ളൂ എന്ന് ആരാ പറയുന്നത്? സെൻസർ ബോർഡായിരുന്നു. അമ്മാതിരി തോന്നിവാസം ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സിനിമ കാണാൻ പോകരുത് എന്ന് എനിക്ക് പറയുന്നുണ്ട്. പക്ഷേ വി ഷുഡ് വാച്ച് ഇറ്റ്. അതിപ്പോൾ ഒരുപാട് തിയേറ്റേഴ്സിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഫ് ദർ ഈസ് എനിവെയർ നിങ്ങൾ പോയി കാണാം. ഇറ്റ്സ് വർത്ത് ഇറ്റ്. ആ ഒരു 30 സെക്കൻഡ് സീനുമാണ് നിങ്ങൾ വന്നിട്ട് ഞാൻ ചെയ്ത പോലെ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നുകൂടി കണ്ടോ. ഇപ്പോൾ പക്ഷേ നല്ല പ്രിൻ്റൊന്നും ഇറങ്ങിയിട്ടില്ല. ലൈക്ക് ക്യാമറ പ്രിൻ്റല്ലോ, എന്തോ ഒരു ക്യാപ്ചർ ചെയ്ത പോലത്തെ ഒരു സാധനമാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം നമുക്ക് എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടില്ല. ആ ലാസ്റ്റ് വരെ പീക്കിൽ വന്നതാണ്. പെട്ടെന്നൊരു സാധനം, ഒരു കട്ട്, പിന്നെ വേറൊരു സീന്. ആ സെറ്റിങ്ങേ അല്ല, ഒരു കണ്ടിന്യൂഷനേ ഇല്ല. അപ്പോൾ എന്താണ് അവിടെ നടന്നത്, ഇവനെങ്ങനെ അവിടെ എത്തി അറിയില്ല. ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും. അത് കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ രാവിലെ പോയല്ല, നേരത്തെ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ശരി എന്തൊക്കെയാണ് നാട്ടിൽ നടക്കണമെന്ന് കൊണ്ട് റീൽസൊക്കെ നോക്കാൻ വേണ്ടി മൊബൈലെടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഫോട്ടോ എന്താ അറിയോ? റിലീസ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയതാണ്. ആദ്യം കാണുന്ന ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ 40 സെക്കൻഡ് കട്ട് ഫ്രം ഒബ്സഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യായിരുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് അത് സിനിമ കാണാൻ മുന്നേ. പക്ഷേ 40 സെക്കൻഡ് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ തുടങ്ങിയത്. ക്ലൈമാക്സ് ഒക്കെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയോ സോറി. വേറെ നിങ്ങൾ വല്ല ചോരൻ്റെ ഒക്കെ കട്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഈ ഒബ്സഷൻ ഓൾറെഡി കുറേ സീൻ അവർ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ചെറിയൊരു ഇൻഡിപെൻഡൻറ്റ് മൂവി പോലെ എടുത്തിട്ട് പിന്നെ അത് ബ്ലം ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോ ഉണ്ട്, ഈ ഹൊററൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ ബ്ലം ഹൗസുകാർ ഇതെടുത്തപ്പോൾ അവർ തന്നെ കുറച്ച് സീൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇത് ഭയങ്കര വൾഗർ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹെവിയാണ്, ഇത്ര വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വരുമ്പോൾ ഒന്നുകൂടി ഇവർ കട്ട് ചെയ്തിരിക്കുക. ഇതാണ് ഒരു സിനിമൻ്റെ റിവ്യൂ പറയാൻ പോയാൽ അതിൻ്റെ മേൽ സമയം നമ്മൾ സെൻസർ ബോർഡ് തെളിവിക്കുന്ന സമയം ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇതൊന്ന് ഇവർക്കൊന്ന് ഈ കിളവന്മാരനെയൊക്കെ ആ സെൻസർ ബോർഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് 2 പിള്ളേരനെ കിട്ടി കഴിഞ്ഞാൽ അവരെങ്കിലും 2 വർത്തമാനെങ്കിലും പറയും. വൈ ആർ ദേ ഡൂയിങ് ഇറ്റ്? എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ, എല്ലാവരും സമാധാനമായിട്ട് നടക്കുന്ന ആൾക്കാർ. ഈ സിനിമ കണ്ടുകഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നം. ഒബ്സഷൻ, നാട്ടിലുള്ള എല്ലാവരും കാണുന്ന സിനിമ ഒബ്സഷൻ. നിങ്ങൾ വല്ല ഇന്ത്യൻ സിനിമ അല്ല തെലുങ്ക് സിനിമയോ ഹിന്ദി സിനിമയിലോ വല്ല വൾഗാരിറ്റിയോ അതൊക്കെ കട്ട് ചെയ്യാണ്ട്, നാട്ടുകാർ മുഴുവൻ കാണുന്ന സിനിമ കട്ട് ചെയ്യാണ്ട് ഈ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർ കാണുന്ന ഈ സിനിമ കട്ട് ചെയ്തിട്ടാണ് ഇവർ നാട് നന്നാക്കാൻ പോകുന്നത്. എവിടെ നിന്ന് വരുന്നതാണ് അവന്മാരൊക്കെ? സോ ഒബ്സഷൻ, എ മസ്റ്റ് വാച്ച് മൂവി, വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവീസ് എവർ മെയ്ഡ്. അത് അതിൻ്റെ സിംപ്ലിസിറ്റിയാണ് അതിൻ്റെ മെയിൻ സംഭവം. അതിൻ്റെ ദ ആക്ടേഴ്സ് ആക്ടിങ്, ആ ചെക്കൻ്റെ ആക്ടിങ് ഇടയ്ക്ക് കാണുമ്പോൾ തിരി ഒരു പിന്നെ അവരെന്താ ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ പെൺകുട്ടി ഉണ്ടല്ലോ, ഇൻഡി കിഡിലൻ. ഈ ഇൻഡി ആ സൂപ്പർമാൻ ആൻഡ് ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ടല്ലോ CWൻ്റെ, അതിൽ ഒരു ക്യാരക്ടറായിട്ടുണ്ട്. ക്യാരക്ടർ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാനത് കുറച്ച് കണ്ടിട്ടുള്ളൂ. അതിലുണ്ടായിരുന്നു. ഞാനത് ഇവരിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്
ഇതിന് മുന്നേ എനിക്ക് എഡിറ്റ്സ് ഞാനിങ്ങനെ റീൽസിൽ വരുമ്പോൾ ഇവനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആണ് നോക്കുമ്പോൾ ശരിയാണ് സൂപ്പർമാൻ ആൻഡ് ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലുണ്ട്. സോ ഷീസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് എന്താ പറയുക ബാങ്കബിൾ അല്ല, ഷീസ് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് എ പ്രോപ്പർ ആക്ട്രസ് ബിക്കോസ് ഷീ ഹാസ് ദ പൊട്ടൻഷ്യൽ. കാരണം ഈ ഒരു സിനിമ ആ ഒരു ക്യാരക്ടറിൽ മാത്രമാണ് ഫോക്കസ്ഡ്. അവർ എന്തെങ്കിലും ഒന്ന് അനങ്ങുകയോ പിടിക്കുകയോ ചെയ്താൽ കഴിഞ്ഞു. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തോ ഇല്ല. പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല, അതായത് ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് വരം തരാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? എനിക്ക് 1000 വരം വേണമെന്ന് പറയും. ടെൽ മി യുവർ വിഷ് എന്ന് പറയുമ്പോൾ ഐ വിഷ് ഫോർ 1000 വിഷസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ഒരു വിഷ് ഇപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു 1000 കിലോ സ്വർണം വേണം എന്ന് പറയുമ്പോൾ സ്വർണ്ണമൊക്കെ നമ്മൾ വീഴുമ്പോൾ സ്വർണ്ണം നമ്മുടെ തലയിൽ വീണേ നമ്മൾ മരിക്കും. സോ അപ്പോൾ എന്ത് പറയണം? 1000 കിലോ സ്വർണം പാക്ക് ചെയ്ത് ഒരു കണ്ടെയ്നറിൽ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം. അതും അപ്പോഴേക്കും അത് വെച്ച് കഴിഞ്ഞാൽ 1000 കിലോ സ്വർണം വരുമ്പോഴേക്കും ED റെയ്ഡ് വരും. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറയണം? 1000 കിലോ സ്വർണം എൻ്റെ ഫ്രണ്ടിൽ വിത്തൗട്ട് ടാക്സ്, വിത്തൗട്ട് നോയിങ് ഗവൺമെൻറ് ഓർ പോലീസ് എനിവൺ, ആരും അറിയാണ്ട് 1000 കിലോ സ്വർണം എൻ്റെ മുന്നിൽ അത് സേഫായിട്ട് എൻ്റെ തലി വീഴാതെ അവിടെ കൊണ്ട് വെക്കണം. എനിക്കത് വിൽക്കാനും പറ്റണം എന്നുള്ള ഫുള്ളായിട്ട് പറയണം. അല്ലാണ്ട് ചുമ്മാ 1000 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കൂടി തല വീഴാതെ യു വിൽ ബി ഡെഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വിഷസും ഇങ്ങനെ കറക്റ്റായിട്ട് പറയണം. ഇപ്പോൾ എന്താണ്, എനിക്കൊരു $1 ബില്യൺ വേണം എന്ന് പറയും. അപ്പോൾ $1 ബില്യൺ ഒക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഡോളറിന് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പ്രൂഫ് കാണിക്കണ്ടേ? ഇതിൻ്റെ മറ്റേ ബാങ്കിൽ കൊണ്ട് നിങ്ങൾ ഡോളർ കൊടുക്കാൻ പറ്റുമോ? ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ മറ്റേ പ്രൂഫ് എവിടെ, ഇൻകം പ്രൂഫ് എവിടെ, അല്ലെങ്കിൽ ഇത് കിട്ടിയ സോഴ്സ് എവിടെ ചോദിക്കും. സോഴ്സ് കിട്ടിയില്ലെങ്കിൽ ED റെയ്ഡ് വരും. അപ്പോൾ എന്ത് പറയണം? ടാക്സ് ഇല്ലാതെ ഈ ഡോളർ എനിക്ക് എവിടെ കൊണ്ടുപോയി മാറ്റാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരു $1 ബില്യൺ വേണം എന്ന് പറയാം. മനസ്സിലായ? അങ്ങനെ നമ്മളൊരു വിഷ് പറയുമ്പോൾ ചുമ്മാ എന്തെങ്കിലും പറയല്ല, കറക്റ്റായിട്ട് പറയണം, ഇല്ലെങ്കിൽ പടി വാളും. അങ്ങനെ ഒരു സ്കിറ്റ്, അങ്ങനെ ഒരു കോമഡി സംഭവം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പം ആ ഒരു സംഭവമില്ല, അതാണ് ബേസിക് കോൺസെപ്റ്റ്. പിന്നെ ഈ ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, ലൈക്ക് ഈ എന്താ പറയുക, ഈ നോർമലായിട്ടുള്ള ഐ ഡോണ്ട് ലൈക്ക് നോർമൽ ഗേൾസ്, ഐ നീഡ് സം ക്രൈസി ബിച്ചസ്, ക്രൈസി ഗേൾസാണ് എൻ്റെ ഒരു വീക്ക്നെസ് എന്നൊക്കെ പറയില്ല. ഈ ക്രൈസിനെസ് നമുക്ക് പുറമേത് കാണാൻ നല്ല രസമായിരിക്കും. ആദ്യമൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും, ഭയങ്കര പൊസസീവ്നെസ്സൊക്കെ കാണിക്കുമ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പൊസസീവ്നെസ് ആവുന്നതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു രസം ഉണ്ടാവും ആദ്യമൊക്കെ. പിന്നെ ഇതങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ സംഭവം കുറച്ച് സീരിയസ് ആകുമ്പോൾ വേറൊരു മുഖം വരും. അത് എല്ലാവർക്കും പറ്റില്ല. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് മൂവി. അവരതിനെ ഒരു വേറെ രീതി കാണിച്ചതേ ഉള്ളൂ. ലൈക്ക് ദേ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ചുമ്മാ ഇങ്ങനെ പറയാമോ എനിക്ക് അങ്ങനെ കുറച്ച് ഐ വാണ്ട് മൈ ഗേൾ ടു ബി വൈൽഡ് എന്നൊക്കെ പറയില്ല. ഇത് പറയാൻ കൊള്ളാം, പക്ഷെ അതിൻ്റെ ശരിക്കും അതിന് അനുഭവിച്ചവർക്ക് അടുത്ത് വേണം ചോദിക്കാൻ എങ്ങനെയുണ്ട് വൈൽഡ് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും, ഇതാണ് മോനെ, നീ വേണ്ടാത്തതും ഇവിടെ നോക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു തരും. സോ അതുകൊണ്ട് പിന്നെ ഈ ഇതന്നെ എല്ലാവർക്കും ഈ ആണുങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് എന്താണ്, ഒരാളുടെ നിന്ന് ഇഷ്ടം വേണം, പക്ഷെ അത് ഒരുപാട് ഡിപ്പെൻഡൻസിയും പറ്റില്ല. അങ്ങനത്തെ കുറേ കോംപ്ലക്സ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ. നമുക്കിത് ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും, കുറേ സ്പോയിലർ വരും. അപ്പം ഞാൻ അതൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് എല്ലാവരും കണ്ടിട്ട് വരൂ. നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ ഷോർട്സിലോ എന്തില്ലെങ്കിലും നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ലെയേഴ്സിനെ കുറിച്ചും വേറെ കുറേ സാധനത്തിനെ കുറിച്ച് സംസാരിക്കാം. സോ ഡബിൾ തംസ് അപ്പ് ഫോർ ഒബ്സഷൻ. ഓക്കെ, ഗോ വാച്ച് ഇറ്റ്. ഇപ്പോൾ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ടാവില്ല, എന്നാലും ഉള്ളവിടെ പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ OTT വരുമ്പോൾ കാണണ്ട. OTT വരുമ്പോഴും കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ഡിജിറ്റൽ റിലീസ് വരുമല്ലോ, അപ്പോൾ നിങ്ങൾ ടൊറൻറ്റിൽ നിന്നോ അവിടെ നിന്ന് ടെലിഗ്രാമിൽ നിന്നോ അവിടെ നിന്നെങ്കിലും പൈറേറ്റ് ചെയ്ത് കാണാം. കാരണം പൈറേറ്റ് ചെയ്യരുത്. പൈറസിക്ക് ഐ ആം പേഴ്സണലി ഓപ്പോസ്ഡ് ടു പൈറസി.
അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, സിനിമാ തിയേറ്ററിലേക്ക് പോകാൻ പൈസ ഉണ്ട്, സമയമുണ്ട്, എന്നിട്ടും നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകാണ്ട് പൈസ കൊടുക്കാണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് കാണുന്നതിന് എനിക്കത് എതിർപ്പാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങളുടെ കയ്യിൽ സമയമില്ല, സമയമില്ല പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ പോകാനും അല്ലെങ്കിൽ 300 കിലോമീറ്റർ 100 കിലോമീറ്റർ അപ്പുറത്താണ് സിനിമാ തിയേറ്റർ, അവിടെയാണ് ഒബ്സഷൻ ഉള്ളൂ, ഇതുവരെ അങ്ങോട്ട് പോകണം എന്നിട്ട് അവിടെ പോയി കാണണം എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി മറ്റൊരു പരിപാടി. അങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് കാണുന്നതിന് എന്താ പറയുക, അതൊക്കെ പൈസ ഇല്ല. ഇപ്പോൾ ഒരാളുടെ പൈസ ഇല്ല, നിങ്ങൾ പൈറേറ്റ് ചെയ്യരുത്, നിങ്ങൾ ഈ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ? അവന് പൈസ ഇല്ല, അപ്പോൾ അവന് അത് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ പൈസയുണ്ട്, നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, എന്നിട്ടും നിങ്ങൾ പൈസ കൊടുക്കാണ്ട് നിങ്ങൾ ഇതേ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു തോന്നിയാസം അല്ലേ? അത്രേ ഉള്ളൂ. ദാറ്റ്സ് മൈ ഹോൾ പോയിൻറ്റ്. സോ പൈറേറ്റ് ചെയ്ത് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സെൻസർ ബോർഡുകാരും. ഓക്കെ, ഒന്നും പറയാനില്ല. സോ വെയിറ്റ് ഫോർ സം ടൈം. പിന്നെ എന്തൊക്കെയോ കുറേ ഫേക്ക് ന്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഈ ആഴ്ച തന്നെ OTT ഇറങ്ങുന്നതൊക്കെ, എല്ലാം ഫേക്കാണ്. കാരണം ഓൾറെഡി $148 മില്യൺ ആയി. നിങ്ങൾ ആലോചിക്കുക, 7 കോടി രൂപയ്ക്ക് എടുത്ത സിനിമയാണ്, ഇപ്പം അത് 1400 കോടി രൂപയായി. $148 മില്യൺ. ഏതാ ലെവല്? അതാണ് സി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഒബ്സഷൻ. ഇനി അടുത്ത സിനിമ, ഇത് ഭയങ്കര സർപ്രൈസിങ് സിനിമയായിരുന്നു. ദ ഷീപ്സ് ഡിറ്റക്റ്റീവ് എന്നാണ് സിനിമയുടെ പേര്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നമ്മളേതൊക്കെയാണെന്ന് സിനിമ, ഞാൻ 3 സിനിമ കാണാൻ തീരുമാനിച്ച് പോയതാണല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് 3 സിനിമ കാണാണ്ട് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ. അത് കുറച്ചായി ഇറങ്ങിയിട്ട്, ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവുമോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. പക്ഷേ എന്തോ ആയിക്കോട്ടെ, ഈ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ എന്താണ്, നമ്മുടെ ട്രെയിലർ കാണും, അത് കാണും. അപ്പോൾ ഇതിലൊക്കെ ആടുകൾ സംസാരിക്കുന്ന കുറേ ആടുകൾ, ലൈക്ക് അങ്ങനത്തെ ഒരു വൈബാണ്. പിന്നെ എന്തോ ഒരു കുറ്റകൃത്യം ഉണ്ടാവുന്നു, ഹ്യൂ ജാക്ക്മാനൊക്കെ ഉണ്ട് സിനിമയിൽ. ഇപ്പോൾ എന്തോ ഒരു കേസ്, അത് ആടുകൾ അന്വേഷിക്കുന്ന പോലെ, അതാണല്ലോ പേര്, ഷീപ്സ് ഡിറ്റക്റ്റീവ് എന്നാണ് സിനിമയുടെ പേര്. സോ ഓക്കെ, കാണാം. കാരണം ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ ഡിസ്പെക്റ്റബിൾ മീൻ്റെയൊക്കെ അനിമേറ്ററും പിന്നെ മിനിയൻസിൻ്റെയൊക്കെ ഡയറക്ടറോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു, ഭയങ്കര സംഭവമുള്ള ആളാണ്. HBO ചെർണോബിൽ ഉണ്ടല്ലോ, ചെർണോബിൽ സീരീസ് എഴുതിയ ആളാണ് ഇതിൻ്റെയും റൈറ്റർ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഓഹോ, പിന്നെ എല്ലാവരും പറഞ്ഞു ലെറ്റർ ബോക്സിലൊക്കെ ഭയങ്കര പൊക്കി അടിക്കാണ്, ബെസ്റ്റ് മൂവി ഓഫ് ദി ഇയർ എന്നൊക്കെ ആണ്. ഓഹോ, അത്രയ്ക്കൊക്കെ ഉണ്ടോ? ഇതെന്ത് പിള്ളേരുടെ സിനിമയാണോ? ഞാൻ കോമഡി അതാണ്, ഞാൻ പോകുമ്പോൾ ഫുള്ള് ഇങ്ങനത്തെ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് വലിയ അച്ഛനമ്മമാർ വന്നിരിക്കുക, അങ്ങനത്തെ സീന് കുറേ. പിന്നെ മുത്തശ്ശിൻ്റെയും കൂടെ ചെറിയ കുറേ പിള്ളേർ വന്നിരിക്കുക. ഞാനിങ്ങനെ ഫുള്ള് ഇടയിൽ മറ്റേ ജഗതി ഇരിക്കുന്ന പോലെ ആ സീനായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത് സിനിമ കാണാൻ. സോ എല്ലാവരും ഫുള്ള് ഫാമിലി, കുട്ടികൾ, അങ്ങനെയൊക്കെ കുറേ കുട്ടികൾ ഓടിയൊക്കെ കളിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇടയിൽ നോക്കുമ്പോൾ കുറേ പിള്ളേർ സ്റ്റെപ്പ് ഇറങ്ങുന്നു, കയറുന്നു, എന്തൊക്കെയോ കളിക്കും. ദേ ആർ നോട്ട് കെയർ അബൌട്ട് മൂവി ആൻഡ് ഓൾ, ജസ്റ്റ് ഫോർ ഫണ്ണിന് വേണ്ടി വന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു വൈബിലാണ് ഞാൻ കണ്ടത്. ഇതും ഓൾമോസ്റ്റ് ഒരു 50-60% ഫുള്ളായിരുന്നു. ഐ എം വെരി സർപ്രൈസ് ടു നോ ദാറ്റ്, ബിക്കോസ് ഈ സിനിമയെക്കുറിച്ച് ആരും ഒന്നും അങ്ങനെ ഭയങ്കര സിനിമയാണെന്നൊന്നും ഇവിടെ പറയുന്നത് ഞാൻ കണ്ടില്ല. ആക്ച്വലി ഞാൻ വരെ ഇത് ഏതാ സിനിമ എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത് ഭയങ്കര സിനിമ ആണല്ലോ എന്ന് ഞാൻ തന്നെ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് നോക്കുമ്പോൾ പറയാമല്ലോ, ഈ സിനിമ അങ്ങനെ, ഈ സിനിമ ഇങ്ങനെയെന്ന്, അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. സോ സിനിമ ഹ്യൂ ജാക്ക്മാനാണ്, ഒരു ആട്ടിടയൻ, ഷെപ്പേഡ്. ഈ ആടുകളിലൊക്കെ മേച്ച് അതിനെയൊക്കെ വളർത്തി അങ്ങനെ ഇരിക്കുന്നൊരു സ്ഥലം. കുറേ ആടുകളുണ്ട്, ആടുകളൊക്കെ സംസാരിക്കും, തമ്മിൽ സംസാരിക്കും, മനുഷ്യന്മാരോട് സംസാരിക്കില്ല. ഓക്കെ, സോ എന്താ പറയുക, ലോജിക്കലാണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ ആടുകളുണ്ട്, ലില്ലി എന്നൊക്കെ പറഞ്ഞൊരു ആടുണ്ട്. എൻ്റെ മോനെ, ഈ സിനിമ ഉണ്ടല്ലോ, നമ്മൾ തുടങ്ങി സാധാരണ സിനിമ തുടങ്ങുമ്പോൾ തുടങ്ങി ഒരു ചെറിയൊരു നഗരമല്ല, ചെറിയൊരു വില്ലേജ്. അവിടെ കുറേ ആട്ടിടയന്മാർ, കുറച്ച് നാട്ടുകാർ, ഓരോരുത്തർക്ക് ഓരോ പ്രത്യേകത, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ. സ്ലോ സ്റ്റാർട്ടായിരുന്നു, പോയി ഒരു കാര്യം സംഭവിക്കും, പിന്നീട് അങ്ങനെ കുറേ കാര്യങ്ങൾ
പിന്നീട് ആടുകളുടെ ഇടയിലുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ വന്ന് അവസാനമില്ലേ ലൈക്ക് ലാസ്റ്റൊക്കെ ഒരു സീനുണ്ട് മോനെ. ഐ നെയിം യു ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സീനുണ്ട്, ഒരു പേരിടണ ഒരു സംഭവമൊക്കെ ഉണ്ട്. എൻ്റെ മോനെ കരച്ചിൽ വന്നിട്ടുണ്ടല്ലോ. ഊഫ്, ഞാൻ ഈ കൊല്ലം ഇതിന് മുന്നേ ആ വാഴ 2-ലും ഇതേപോലെ വാഴ 2-ൽ പിന്നെ മനുഷ്യന്മാരുടെ ഇത് കണ്ടിട്ട് ഇമോഷൻസ് കണ്ടിട്ട് നമ്മൾ കരച്ചിൽ വരിക. പ്രൊജക്റ്റ് ഹെയിൽ മേരിക്കാണ് ഒരു റോക്കും ഒരു മനുഷ്യൻ്റെയും ബന്ധം കണ്ടിട്ട്, ആ ഒരു റിലേഷൻ കണ്ടിട്ട് അതൊരു ഇമോഷൻ സീന് വന്നിട്ട് നമുക്ക് കരച്ചിൽ വരിക. അതിനുശേഷം 2 ആടുകൾ തമ്മിൽ, ജസ്റ്റ് ഇമാജിൻ, 2 ആടുകൾ തമ്മിൽ സംസാരിക്കുന്ന സീന് കണ്ടിട്ട് എൻ്റെ അമ്മോ കുറേ കരഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ഇമോഷൻ. ലൈക്ക് സിനിമ കഥയൊക്കെ കഴിഞ്ഞു എന്നിട്ടാണിത് വരുന്നത്. നിങ്ങൾ ഈ സിനിമ നിങ്ങൾ ഇനിയിപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റുമോ എനിക്ക് അറിയില്ല. നിങ്ങൾ എവിടെന്നെങ്കിലും കാണുകയാണെങ്കിൽ ഡോണ്ട് തിങ്ക് ലൈക്ക് ദിസ് ഈസ് മൂവീസ് ഫോർ കിഡ്സ്, ചുമ്മാ പിള്ളേരുടെ സിനിമയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സംതിങ് ഡിഫറെൻറ്റ് എൻറ്റയർലി. അതായത് ഞാൻ ഫസ്റ്റ് ആലോചിക്കും, ഞാൻ ഫസ്റ്റ് ഒബ്സഷൻ കാണുന്നു ആകെ മറ്റേ ഭ്രാന്തല്ല, ആകെ എന്തവിടെ നടക്കണമെന്നുള്ള സീനായിരുന്നു അതിൽ. അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ സിനിമ കൊണ്ട് കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. മറ്റേ ലൈറ്റൊന്ന് പിടരുത് അണ്ണ എന്ന് പറയുന്നുണ്ടായിരുന്നു, കണ്ണൊക്കെ തടക്കട്ടെ എന്നിട്ട് ഇട്ടാൽ മതിയതും, അങ്ങനെ ഒരു സിനിമ. ലൈക്ക് ഇറ്റ് മെയ്ഡ് മീ ക്രൈ. ലൈക്ക് ഈ കൊല്ലം മുഴുവൻ ഇങ്ങനത്തെ സിനിമകളാണ്. ഐ ഹേറ്റ് ക്രൈങ് ഓൺ മൂവീസ്. എനിക്കിഷ്ടമില്ലാത്ത കാര്യം പക്ഷെ എന്താ ചെയ്യുക. ആ പ്രൊജക്റ്റ് ഹെയിൽ മേരി അങ്ങനെ തന്നെയായിരുന്നു, വാഴ 2 അങ്ങനെയായിരുന്നു. വാഴ 2 പിന്നെ എപ്പോഴും ഇങ്ങനെ മനുഷ്യന്മാരുടെ കാര്യമല്ലോ, മനുഷ്യന്മാരുടെ കാര്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് 2 ആടുകൾ സംസാരിക്കുന്ന കാര്യമാണ്. ഹൗ ക്യാൻ ഐ റിലേറ്റ് ടു ദാറ്റ്? ബട്ട് ഇറ്റ് മെയ്ഡ് മീ സോ ഇമോഷണൽ. കിടിലൻ സിനിമ. ഒരു ഹൂഡന്നിട്ടുണ്ട്, ഹൂഡന്നിട്ട് ഒരു സപ്ലോട്ടില്ല, അതാണ് മെയിൻ പ്ലോട്ട്. അതൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഈ ആടുകളുടെ കുറേ കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അമേസിങ്. നമ്മൾ എല്ലാം ഈ ഡോണ്ട് ബി എ ഷീപ്പ് എന്ന് പറയില്ല, അതായത് ഈ ആടുകൾക്ക് ഒരു ബുദ്ധിയില്ല, അവരിങ്ങനെ ഒരാട് എന്തെങ്കിലും ഫോളോ ചെയ്താൽ അത് അതിൻ്റെ പിന്നാലെ എല്ലാ ആടുകളിലും കൂടി പോവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പുച്ഛിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് മാറിക്കിട്ടും. ഇത് ഈ സിനിമയിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് അമേസിങ് എല്ലാം കൊണ്ടും. ലൈക്ക് ഒരിക്കലൊരു കുറ്റം പറയാനില്ല സിനിമയെ കുറിച്ച്. ഇതെങ്ങനെ ഞാൻ മിസ് ചെയ്ത് ഇറങ്ങിയിട്ട് കുറച്ചായി തോന്നുന്നു. ഒരു ഷോ ഒറ്റ ഷോ 2 ഷോ അങ്ങനെ എന്തോ ഒരൊറ്റ ഷോ ഉള്ളൂ, 4 മണിക്കുള്ള ഒറ്റ ഷോ ഉണ്ടായിരുന്നു. പോളി, വണ്ടർഫുൾ മൂവി. ലൈക്ക് ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും എല്ലാം വരും. അടിപൊളി സിനിമ. ഗോ ഫോർ ഇറ്റ്. ഡബിൾ തംസ് അപ്പ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ സിനിമ ഒരു ദിവസമായി ഞാൻ 7:45 സിനിമ ആണ് കാട്ടാളൻ. ഓക്കെ. ബ്രോഡ്വേസിലാണ്, കോയമ്പത്തൂരാണ്, മലയാളത്തിലുണ്ട്, തമിഴിലൊക്കെ ഉണ്ട്. മലയാളത്തിലാണ് ഞാൻ കണ്ടത്. അതായത് ക്യൂബ്സുകാരനെ അറിയാലോ, മറ്റേ ചങ്ങായി പ്രൊഡ്യൂസർ. ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട്, ഓക്കെ. പക്ഷേ പണി അറിയുന്ന ഡയറക്ടറും കുറച്ചെങ്കിലും ഓറയുള്ള കുറേ ആക്ടേഴ്സും ഇല്ലെങ്കിൽ ഇതൊന്നും പുൾ ഓഫ് ചെയ്യാൻ. നമ്മൾ പുഷ്പനൊക്കെ കളിയാക്കും, കാട്ടിൽ പോയിട്ട് എന്തൊക്കെയോ മരം മുറിക്കണം അത് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ വേറൊരു സംഭവമാണ്. പക്ഷേ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടത്. നമ്മൾ ഈ ഇങ്ങനത്തുള്ള സിനിമകളിലെ ഈ എന്താണ് ലാർജർ ദാൻ ലൈഫല്ല, എന്താണ് ഇങ്ങനത്തെ ഈ വലിയ ക്യാൻവാസിലെടുക്കുന്ന വലിയ ബഡ്ജറ്റ് ഇറക്കി ഈ ഫൈറ്റും മറ്റേ സംഭവങ്ങളും കാർഡിലുള്ള സെറ്റുകളും അതിൻ്റെ ആ ഒരു ഫുള്ള് കുറേ ആക്ടേഴ്സും മറ്റവരൊക്കെ വന്നിട്ട് ഫൈറ്റും അത് ഇതൊക്കെ കാണിക്കുന്ന സിനിമകളിൽ നമ്മൾ കാണുമ്പോൾ നമ്മളേക്ക് പുഷ്പയ്ക്ക് ഒരു സിനിമയാണോ, അതെന്ത് സിനിമയാണേ എന്ന് ചോദിക്കും. പക്ഷെ അതുപോലത്തെ സിനിമ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ് കാട്ടാളനിലൂടെ. ആ ഹനാൻ ഷാനൊക്കെ വിളിച്ചിട്ട് വള്ളിയാക്കി വിട്ടു. സിമ്പിൾ മാനിപ്പുലേഷൻ. അതായത്
ഇവന് കുറേ ഫാൻസ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട് എന്നറിയാം. അതിനെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഡയലോഗ് പോലും ഇല്ല. അതിനിപ്പോൾ ഊക്കി കഴിഞ്ഞാൽ പറയും, ഓ ഇത് മറ്റേ ടാർഗറ്റഡ് അറ്റാക്കാണ്, അതാണ് ഇതാന്നൊക്കെ പറയും. ഈ ക്യൂബ്സുകാർ തന്നെ പൈസ കൊടുത്തിട്ടാണോന്ന് അറിയില്ല. ഒരു ചേച്ചി വന്നിട്ട് മറ്റേ എന്താ ഇത് നല്ല സിനിമയാണല്ലോ, ഈ സിനിമയ്ക്ക് കണ്ടുകൂടെ, എന്താ നിങ്ങളൊക്കെ ഏത് സിനിമയാണ് കണ്ടിരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റിവ്യൂ ചെയ്തത്. അതെന്തിനാണ് ആ ഡയലോഗ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്, അതൊക്കെ എന്തിനാണ് പറയുന്നത്? റിവ്യൂ ചെയ്യണ്ട നിങ്ങളത് ആരെയും പറഞ്ഞോ? നിങ്ങളൊരു സാധനം കണ്ടു, നിങ്ങൾ റിവ്യൂ ഇട്ടു. നിങ്ങളൊരു സാധനം മേടിച്ചു, അതിനെക്കുറിച്ച് നിങ്ങൾ റിവ്യൂ ഇട്ടോ. ഹൂ ഈസ് സ്റ്റോപ്പിങ് യു? സംഭവം ചുമ്മാ ഫുള്ള് ഇതിനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇതേപോലെ പല ഇങ്ങനത്തെ ഈ പണ്ട് ഈ ഐഡിയ സ്റ്റാർ സിംഗറോ അങ്ങനത്തെ അതിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരിനൊക്കെ ചുമ്മാ കാസ്റ്റ് ചെയ്യും സിനിമയിൽ. ആ പൃഥ്വിരാജ് ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് വരുന്നൊരു സിനിമയുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിലാരോ ഇതേപോലൊരു അന്നത്തെ ആ സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതേപോലെ ഒരു ഐഡിയ സ്റ്റാർ സിംഗ് ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അതുപോലെ ഉള്ള അപ്പത്തെ ഫേമസ് ആയിട്ടുള്ള ഒരുത്തനെ പിടിച്ചിട്ട് കാസ്റ്റ് ചെയ്യും. എന്നിട്ട് അവൻ ഡയലോഗും കൊടുക്കില്ല, അവൻ്റെ ഒരു സ്ക്രീനിൻ്റെ ഒരു മൊക്കിൽ നിർത്തും. അപ്പോൾ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേ ചോദിച്ചാൽ ഇല്ല. എന്നിട്ട് ഇത് എന്താ പറയുക, ഇത് അറിയായിരുന്നു, നേരത്തെ അറിയായിരുന്നു എന്നൊക്കെ. ആരോടാ മാശായി നിങ്ങൾ ഈ നുണ പറയുന്നത്? ഒരാൾ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ കുറേ സമയവും ഒക്കെ പോണ കേസല്ലേ. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പിടുത്തം വിടില്ലല്ലോ. ഈ ഒരു ദിവസം കൊണ്ട് ഇതിലൊരു ക്യാമിയോ ഉണ്ട്. അതിപ്പോൾ ഇവരെന്നാ ക്യാമിയോ ഒക്കെ പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ ലോക്കി അണ്ണൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. പിച്ചക്കാരെ കോട്ടിട്ട് വരുന്ന മറ്റേ ഹരിശേഷോകൻ ഒരു കോട്ടിട്ട് വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സീന് പറയുമ്പോൾ ശരിക്കും അതുപോലെ തന്നെ ഉണ്ട്. ഭയങ്കര എന്തോ സംഭവമാണെന്നാണ് അവർ ഈ ഉണ്ടാക്കിയവർ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമുക്കത് കാണുമ്പോൾ തോന്നുന്നു. അപ്പോൾ അത് തോന്നുന്ന കാര്യം നമ്മൾ പറയണ്ടേ. കുറേ സമയവും ഈ കുറേ ദിവസവും അവിടെ പോയി ഷൂട്ടിങ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഒരു ഡയലോഗ് പോലും പറയിപ്പിച്ചില്ല, അത് കട്ട് ചെയ്ത് മാറ്റിയതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പൊട്ടന്മാരായിരിക്കണം. നിങ്ങളിത് ആരോടാണ് പറയണത്? ഇപ്പം നിങ്ങൾ അത്യാവശ്യം നല്ല ഫേമസാണ്, നിങ്ങൾക്ക് നല്ല പൈസ യൂട്യൂബിൽ നിന്നും അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളൊരു സിനിമയ്ക്ക് വിളിച്ചു. അപ്പോൾ സിനിമ നിങ്ങൾ ഏത് ജൂനിയർ ആർട്ടിസ്റ്റിനെ കൂടെ വിളിച്ചാലും അവരാദ്യം ചോദിക്കുക എന്താ, ഡയലോഗ് ഉണ്ടോ എന്നാണോ ചോദിക്കുക? ഡയലോഗ് ഉണ്ടോ, ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് സീൻ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുകയോ ഇല്ലേ? ആരെങ്കിലും പറയോ അയ്യോ എനിക്ക് ഡയലോഗ് വേണ്ട, എനിക്ക് ഡയലോഗ് വേണ്ട, ഞാൻ സൈഡിൽ നിന്നോളാം, ഞാൻ വണ്ടി ഓടിച്ചോളാം, ഫുൾ ടൈം വണ്ടി ഓടിക്കുക, ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല എന്ന് ആരെങ്കിലും പറയോ? അത്രയും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ശരി. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ന്യായീകരണമൊന്നും ദയവേത് പറയരുത്. ഞാൻ അറിയായിരുന്നു എൻ്റെ ചെറിയ റോളാണ്. ചെറിയ റോള് എന്ന് പറഞ്ഞാൽ ചെറിയ റോളൊക്കെ ഒരു സംഭവത്തിലേ ഇല്ല. എന്നിട്ട് പ്രൊമോഷനിൽ മുഴുവൻ ഹനാൻ ഷാഹിനെ പിടിച്ച് ഫണ്ട് നിർത്തുക, അത് ചെയ്ത് ഇതൊക്കെ എന്തിനാ? ഒരു സംസാരം ഉണ്ടാക്കാൻ ഹനാൻ ഷാ ഉണ്ട്, അപ്പോൾ അവൻ്റെ കുറച്ച് ഫോളോവേഴ്സ് വന്ന് ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ അല്ലേ? എന്നിട്ട് അത് ചെയ്തിട്ട് അതിലൊന്നും ഇല്ല പറഞ്ഞാൽ ഇത് ടാർഗറ്റഡ് അറ്റാക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ ആരോടാ പറയുന്നത്? അതൊരു വേറൊരു സീന്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യം. അതിപ്പോൾ ഞാൻ വെറുതെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് മൂവി, ഒന്നും പറയാനില്ല. ഇറ്റ്സ് എ വെരി ആവറേജ് മൂവി. ചുമ്മാ കുറേ സമയമുണ്ട്. സമയം പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല, ഈ 3 മണിക്കൂറൊന്നും ഇല്ല, ആകെ 2 സംതിങ്ങേ ഉള്ളൂ. 2 സംതിങ് ആണെന്ന് എൻ്റെ ഓർമ്മ. അത്രേ ഉള്ളൂ സിനിമ. ഭയങ്കര ഇങ്ങനെ കട്ട് ചെയ്ത് മറ്റേ പട്ടേന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കണക്ഷനും ഇല്ല, ഒന്നുമില്ല, എന്തൊക്കെയോ കാണിക്കുന്നു. വെരി വീക്ക് മൂവി. ലൈക്ക് കുറേ പൈസ ഇറക്കിയിട്ടുണ്ട് ഫൈറ്റിനും സെറ്റിനും.
ആ ഒരു സംഭവത്തിനും അടി വെടി പുക അതിനൊക്കെ കുറേ പൈസ ഇറക്കിയിട്ടുണ്ട്. അതായത് അതന്നെ ക്യൂബ്സാറിൻ്റെ പൈസ ഉണ്ട്, മാർക്കോൻ്റെ പൈസ തന്നെ ഉണ്ടാവും, അത് മുഴുവൻ ഇറക്കിയിട്ടുണ്ട്. ലൈക്ക് പക്ഷേ അത് എന്തിനാണ് ഈ പൈസ ഇറക്കണത്? അതൊരു വല്ലാത്ത സംഭവമല്ലേ. ഇപ്പോൾ ഹനീഫ് അദേനി എന്ന് പറഞ്ഞിട്ടുള്ള ആ മറ്റേ മാർക്ക് കൊടുത്ത ആൾ തന്നെ അയാളെ മുന്നത്തെ സിനിമയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് വെരി ഫ്ലോപ്പ് മൂവിയാണ്. ആ ഒരു നിവിൻ പോളിൻ്റെ സിനിമ ഉണ്ടല്ലോ ദുബായിലൊക്കെ പോയി എടുത്തത്, അതൊന്നും OTT പോലും ഇപ്പോൾ കൂടി ഇറങ്ങിയിട്ടില്ല, അതെടുത്ത ആളാണ്. ഇപ്പോൾ ഈ ക്യൂബ്സാറിൻ്റെ ഒരു സംഭവം എനിക്ക് തോന്നിയത് ഈ കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ഇതുവരെ സക്സസ് ആവാത്ത ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അവർക്ക് മാക്സിമം അവർക്കൊരു ഫ്രീഡോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ എന്തുപോലെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുത്ത് അവർ ചോദിക്കുന്ന പൈസയും അവർ ചോദിക്കുന്ന സംഭവമൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയതാണ് മാർക്കോ. ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കിയതാണെന്ന് തോന്നുന്നു, പക്ഷെ അതെപ്പോഴും വർക്കാവണമെന്നില്ല. അത്രേ ഉള്ളൂ. സോ ഐ വുഡ് സേ വാച്ച് ഇറ്റ് ഇൻ OTT, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വെറുതെ റാൻഡം കുറേ ഫൈറ്റ് സീനും റാൻഡം കുറേ ആൾക്കാരെ കാണണമെങ്കിൽ ഗോ വാച്ച് ഇറ്റ്. ഐ വുഡ് ഗീവ് ആവറേജ്, വെരി ആവറേജ് മൂവി, ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അടുത്തത് കിടിലൻ ഒരു സംഭവമായിരുന്നു. ഞാൻ ഒരൊറ്റ ദിവസം ഒരു ഫുൾ ഡേ ഇരുന്നു കാണാൻ വേണ്ടിയിട്ട് സ്പൈഡർ നോയ. ഏതാ സീരീസ് നമ്മുടെ നിക്കോളസ് കേജിൻ്റെ വേറെ തെറ്റാണ്ട്. അങ്ങനെ വയസ്സായതൊന്നും ചില സമയത്ത് അറിയുന്നുണ്ടെങ്കിലും ചില സമയത്തൊന്നും മോസ്റ്റ് ഓഫ് ദ ടൈം അറിയുന്നേ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ സ്പൈഡർമാനും കുറേ യങ് ആയിട്ടുള്ള ഭയങ്കര അത്ലറ്റിസിസം ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ. ചാടി മറിയ ടോം ഹോളൻഡിനെ കണ്ടിട്ടില്ലേ? ആൻഡ്രൂ ഗാർഫീൽഡ് എന്താ ഫുള്ള് ആ സമയത്ത് കുറേ ചാടി മറിയുക കറങ്ങി മറിയുക ഒക്കെ ചെയ്യുന്നവരില്ലേ. ടോം ഹോളൻഡിനൊക്കെ ഇട്ട് കയറിട്ട് തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ട് ആട്ടണ ബിഹൈൻഡ് ദ സീൻസ് ഫുട്ടേജൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളി നിക്കോളസ് കേജ് കൂടെ അതൊന്നും പറ്റില്ല, വയസ്സായി ചങ്ങായിക്ക്. പക്ഷേ ഇതൊന്നും അറിയാത്ത രീതിയിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ആക്ഷൻ സീക്വൻസിൽ ഒന്നിലും അറിയുന്നില്ല. ചില ക്ലോസപ്പ് ഷോട്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് വയസ്സായി നിക്കോളസ് കേജിന് എന്ന് തോന്നുക. പക്ഷേ പെർഫോമൻസ് കിട്ടിലൻ, സീരീസ് പൊളി. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് ഒറ്റയടിക്ക് എല്ലാം ഇറക്കി, അതാണ് എൻ്റെ ഒരു മെയിൻ സംഭവം. ഇത് ഒരാഴ്ച ഓരോന്നിറക്കി തീർന്നു, എന്തെങ്കിലുമൊക്കെ പറയും. കാരണം വിചാരിച്ച പോലെ വന്നില്ല. കാരണം ഇവന്മാർക്ക് ഒരാഴ്ച കിട്ടുകയാണല്ലോ വിചാരിക്കാൻ. അപ്പോൾ ഇവർ ഫാൻ തിയറീസ് ഇറക്കും, ഇവൻ അങ്ങനെയാണ്. ലാസ്റ്റ് സ്പൈഡർമാൻ മറ്റേ അക്രോസ് ദി സ്പൈഡർവേഴ്സ് ഉണ്ടല്ലോ, ആദ്യത്തെ സ്പൈഡർമാൻ വരും, പിന്നെ അവൻ വന്ന് ഇവർ രക്ഷിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെ ഇനി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെന്നെ അതിന് കൊളാക്കി അവസാനം സ്പൈഡർമാനൊന്നും വന്നില്ലേ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ കൊളാക്കും. ആക്ച്വലി എല്ലാവർക്കും അറിയില്ല, ഇൻടു ദ സ്പൈഡേഴ്സ് കൊണ്ടുള്ള ഒരു കോമിക് ഇതുണ്ടല്ലോ, സ്പൈഡർമാൻ കോമിക് അല്ല, എന്നാലും അനിമേറ്റഡ് സ്പൈഡർമാൻ. അപ്പോൾ ആ ഒരു യൂണിവേഴ്സ്, സ്പൈഡർവേഴ്സ് യൂണിവേഴ്സിൽ നിന്നാണ് ഈ സ്പൈഡർ നോ എന്നുള്ള ക്യാരക്ടർ വരുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. അത് പീറ്റർ പാർക്കർ ആയിരുന്നു. അത് പീറ്റർ പാർക്കർ ഫ്രം ഓൾ ദ യൂണിവേഴ്സാണ് അവിടെ വന്നിട്ട് കുറേ പീറ്റർ പാർക്കർ വന്നിട്ടുണ്ട്. അതിലൊരു ഭയങ്കര ഒരു ഓറ ഫാമിംഗ് നടത്തുന്ന ഒരു ചങ്ങായാണ് സ്പൈഡർ നോയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്പൈഡർ നോയറിൻ്റെ ക്യാരക്ടറിനെയാണ് എടുത്തിരിക്കുന്നത്. ബെൻ റൈലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ബെൻ റൈലി എന്നുള്ള പേര് അങ്കിൾ ബെൻ, അതിലെ ബെന്നും ഈ റൈലി എന്ന് പറയുന്നത് ആൻഡ് മേൻ്റെ സെക്കൻഡ് നെയിം എന്തോണ്. അപ്പോൾ ആ രണ്ടും എടുത്തിട്ടാണ് ബെൻ റൈലി എന്നുള്ളൊരു പേര് ഇട്ടിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്ററാണ്, ഇപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ഒരു ക്യാരക്ടറാണ് ബെൻ റൈലിക്കുള്ളത്. ഹീസ് ഓൾസോ സ്പൈഡർമാൻ. സ്പൈഡർ എന്നാണ് അതിൽ വിളിക്കുന്നത്, ദ സ്പൈഡർ അങ്ങനെ എന്തോ വിളിക്കുന്നത്. ഈ ഇതിൽ കുറേ രണ്ട് വില്ലന്മാരുണ്ട്. ഒന്ന് മറ്റേ ഒരു ഇലക്ട്രിക് സാധനം ഉണ്ടല്ലോ, ആ വില്ലൻ്റെ പേരെന്താണ്, അതിൻ്റെ ആ ഒരു വേർഷൻ ഈ കറണ്ട് ഒക്കെ എടുത്തിട്ട് അമേസിങ് സ്പൈഡർമാനിൽ ഒരു വില്ലൻ ഉണ്ടല്ലോ, ആ ഒരു വില്ലനെ പോലത്തെ ഈ കറണ്ടൊക്കെ എടുക്കുന്ന ഇലക്ട്രോ എന്നാണ് അതിൻ്റെ പേര്, ആ വില്ലൻ്റെ എന്തോ അങ്ങനെ ഒരു പേര് ഓർമ്മയില്ല. അതുണ്ട്. സാൻഡ്മാൻ ഉണ്ട്, വേറൊരു വേർഷൻ ഓഫ് സാൻഡ്മാൻ. എന്താ പറയുക, ഭയങ്കര ലോജിക്കലാണ്. നമ്മളിങ്ങനെ
കോമിക് ബുക്കാണ് നമ്മൾ കാണുന്നത്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ലൈക്ക് പ്രോപ്പർ സാധനം, എല്ലാത്തിനും ലോജിക് ഉണ്ട്. ലൈക്ക് ഒരു ഇങ്ങനെ മറ്റേ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുക, അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇതാ ഇങ്ങനെയാണ് കഥ. ഇത് ജർമ്മൻസ് കുറേ സയൻറ്റിസ്റ്റുകൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത ആൾക്കാരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിതായി ട്വിസ്റ്റും ടേണുകളും ഒരുപാട്. ആക്ടേഴ്സ് എല്ലാം പൊളി. പിന്നെ ഏറ്റവും മെയിൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര ഒരു സെല്ലിങ് പോയിൻ്റ് പോലത്തെ എന്തോ മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്നാണ് വിചാരിച്ചത്. അതായത് 2 വേർഷൻ ഉണ്ട്. നിങ്ങൾ OTTയിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേർഷൻ കാണാം, കളർ വേർഷനും കാണാം. ഈ കളർ വേർഷൻ ഈ സോണിക്കാരൻ്റെ അതിലാണല്ലോ റൈറ്റ്സ്. അപ്പോൾ ഈ സോണിക്കാർ ആക്ച്വലി ഈ എന്തോ അത് എനിക്ക് മാത്രം വന്നതാണോ നിങ്ങൾ എല്ലാവർക്കും വന്നതല്ല, ഇവരുടെ എന്തോ ഒരു TV, ഇവരുടെ സോണീൻ്റെ എന്തോ TV ഉണ്ടല്ലോ. അപ്പോൾ അതിലെന്തോ ഒരു ട്രൂ ഹ്യൂ, അതെന്തോ ഒരു സംഭവം, ഇവരുടെ എന്തോ ഒരു പുതിയ TV എന്തോ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു പരസ്യം പോലെ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ട്രൂ ഹ്യൂ തന്നെയല്ലേ, അങ്ങനെ എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഈ ഓരോ എപ്പിസോഡ് വരുമ്പോൾ ഇങ്ങനെ കാണിക്കും. എനിക്ക് മാത്രമാണോ എന്നറിയില്ല, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നത് തണുപ്പത് അത് കളറിൽ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 എപ്പിസോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടു. പിന്നെ ഞാൻ പുതിയൊരു TV മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മിനി LED എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര 4K കാണാൻ പറ്റുന്ന TVയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു കളർ കണ്ടു നോക്കിയതാണ്. എൻ്റെ പോലെ ഇതിൽ കളറ് എങ്ങനത്തെ കളറാണെന്ന് എനിക്ക് അവർ എന്തിനെങ്ങനെ ചെയ്തിരിക്കുന്നത് അറിയില്ല. ലൈക്ക് കളർ എന്നൊക്കെ പറഞ്ഞില്ല, കണ്ണൊക്കെ ഒരു ഇൻറ്റീരിയർ, ഇതൊരു കുറച്ച് പഴയ കാലത്തെ ന്യൂയോർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഹിബിഷൻ ഒക്കെ ഉള്ള സമയം, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ലിക്കർ ബാൻഡായിരുന്നു അമേരിക്കയിൽ കുറച്ച് കാലം. ഏതാ കാലഘട്ടം എന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് 90s ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ പ്രൊഹിബിഷൻ ഉള്ള സമയത്താണുള്ള ന്യൂയോർക്കാണ്. അപ്പോൾ എന്താണ്, കുറേ ഗ്യാങ്സ്റ്റേഴ്സ് ഈ UK-ന്ന് കപ്പലിൽ ഈ കള്ളൊക്കെ കയറ്റിയിട്ട് വരും, അത് അമേരിക്കയിലേക്ക് എത്തിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ആ സമയം. കുറേ ഗ്യാങ്സ്റ്റേഴ്സും കുറേ ഇങ്ങനത്തെ ഓരോ ടീംസുകളും ഗ്യാങ്ങുകൾ ഫോം ചെയ്ത സമയമാണ്. എന്തിനാണ്, കള്ള് സ്മഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇത് മൊത്തം നടക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ ഉണ്ടല്ലോ, കളറ് പിങ്ക്, പച്ച, മഞ്ഞ, ചുവപ്പ്, അങ്ങനത്തെ ഫുള്ള്. ഞാൻ ഒരു എപ്പിസോഡ് ഒന്ന് കളറിൽ കാണാം, പുതിയ TV ഒക്കെ അല്ലേ അതുകൊണ്ട് അത് വെച്ചതാണ്. പിന്നെ ഞാൻ തിരിച്ചു പോയിട്ടില്ല, ഞാൻ ഫുൾ കളറിലാണ്. ഭയങ്കര രസം പറഞ്ഞാൽ കളറൊക്കെ പറ്റി കണ്ണൊക്കെ ഇവിടെ എന്ത് നടക്കണം. ഈ പാട്ടൊക്കെ പാടുന്ന ഒരു പബ്ബ് പോലത്തെ സ്ഥലമുണ്ട്. ആ പബ്ബിലെത്തിക്കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു കളർ, ഒരു ഇൻറ്റീരിയർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് വണ്ടർഫുൾ, പൊളി ഒരു സെറ്റപ്പ്. അപ്പോൾ കളർ നിങ്ങളുടെ എല്ലാം അടിപൊളി TVയും അടിപൊളി സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗോ വാച്ച് ഇൻ കളർ എന്നേ ഞാൻ പറയുള്ളൂ. കുറേ പേര് എന്നെ വിളിക്കുകയായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്യൂറിസ്റ്റുകളുണ്ട്, ഈ മറ്റേ സിനിഫൈൽ പ്യൂറിസ്റ്റുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളപ്പോൾ കളറിൽ കാണേ എത്ര ധൈര്യം ഉണ്ടാകും അതെനിക്ക്, അങ്ങനെ പറയണവന്മാരുണ്ടാവും. എനിക്ക് അവന്മാരോടൊന്നും പറയാനില്ല. എൻ്റെ പുതിയ TVയിൽ ഇത് വൻ രസമായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ് ലോട്ട്. ഭയങ്കര രസം, നിർത്താൻ പറ്റിയില്ല. ഫുൾ ഡേ ഒരൊറ്റ ഇരിപ്പിനങ്ങോട്ട് തീർത്തു. സ്പൈഡർ നോയർ പൊളി. 2nd സീസൺ ഉണ്ടാവട്ടെ, പെട്ടെന്ന് വരട്ടെ, അടുത്ത കൊല്ലം തന്നെ വരട്ടെ. ആമസോൺകാരൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എടുത്ത് വിട്. കിട്ടില്ല. ഈ സ്പൈഡർവേഴ്സ് ആക്ച്വലി അതാണ്, ഈ സ്പൈഡർവേഴ്സ് ആക്ച്വലി വെരി പ്രോമിസിങ് ആണ്. ബെറ്റർ ദാൻ ഇപ്പോൾ ഈ അടുത്ത മാസം ഇറങ്ങുന്നില്ല സ്പൈഡർമാൻ, അതെന്താണെന്ന് അപ്പം അറിയുള്ളൂ. ഈ സ്പൈഡർവേഴ്സിൻ്റെ ഇപ്പോഴത്തെ എല്ലാ പ്രൊജക്റ്റും 2 സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഈ ഒരു സീരീസും ഇറങ്ങിയിട്ടുണ്ട്. ആ യൂണിവേഴ്സിലുള്ള കാര്യം പറയണം. അവരിപ്പോൾ എടുത്തതൊന്നുമല്ല, പക്ഷെ എന്നാലും ആ ഒരു യൂണിവേഴ്സിലുള്ളതാണിത്. പൊളി. ചുമ്മാ ഇങ്ങനെ കുറേ സ്പൈഡർമാൻ, കുറേ അത് ഒന്നും അങ്ങനെയൊന്നുമില്ല. എന്നാൽ കുറേ പാരലൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു സീനുണ്ട് ഇങ്ങനെ വീഴുന്ന സീൻ, അതൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. Everyone should watch it. One of the best series I have watched this year, and one of the
ബെസ്റ്റ് വെബ് സീരീസ് ബേസ്ഡ് ഓൺ എ കോമിക് ബുക്ക്. വൺ ഓഫ് ദ ബെസ്റ്റ്, ഒന്നും പറയാനില്ല. കാരണം എൻഡിങ് ആയിക്കോട്ടെ എല്ലാം പൊളി. അതായത് വെറുതെ ഒരാൾ ഒരു കാര്യം ചെയ്യല്ല, അതിനൊരു റീസണിങ് ഉണ്ടാവും. ആ റീസൺ ഇന്നതായിരിക്കും. പിന്നെ മനുഷ്യന്മാരാണ്, ചതിക്കും, വഞ്ചന ഉണ്ടാവും, സെൽഫിഷ് ആയിരിക്കും, അതുകൊണ്ട് അവർ ഓരോ തീരുമാനങ്ങൾ എടുക്കും, എല്ലാം ഉണ്ട്. അതേപോലെ ബാക്കിൽ ആരാണിത് ചെയ്തത് എന്നുള്ളൊരു ഇൻവെസ്റ്റിഗേഷനും പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു സ്റ്റോറി, കുറേ സ്റ്റോറികൾ ഇങ്ങനെ പോവുകയാണ്. അടിപൊളി. ആമസോൺകാർക്ക് ഇപ്പോൾ ബോയ്സ് നിന്നല്ല, കഴിഞ്ഞു. ഐ തിങ്ക് ദേ ഷുഡ് ഫോക്കസ് ഓൺ ദിസ് സ്പൈഡർ നോയർ. കുറച്ചുകൂടെ വലുതാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡബിൾ തംസ് അപ്പ്, ഗോ വാച്ച് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവ്യൂസ് എല്ലാം കഴിഞ്ഞു. ലെറ്റ്സ് ഗോ ടു ദ ന്യൂസ് ഫോർ അൺഎംപ്ലോയിഡ് പീപ്പിൾ. ആദ്യത്തെ ന്യൂസ് നമ്മുടെ ജൂൺ 12 ഇറങ്ങാൻ പോകുന്നൊരു സിനിമൻ്റെ കാര്യമാണ്. ബാക്ക് റൂംസ് എന്നാണ് ഈ സിനിമയുടെ പേര്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻ്റർനെറ്റ് ലോറുള്ളൊരു കഥയാണ്. അതായത് 4chan ഒരു ചെറിയൊരു JPEG ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ഒരാൾ, ഒരു യെല്ലോ കളർ കുറേ ഇങ്ങനെ വാൾസ്. ഈ പണ്ടൊരു ഗെയിമുണ്ട്, പണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് മുന്നെയാണ്, ഇങ്ങനെ ഒന്നുമില്ല, അങ്ങനെ കുറേ വാൾ ഇങ്ങനെ ഉണ്ടാവും, ബ്രിക്ക് വാൾസ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി നമ്മളെന്തോ ഒരു സാധനം കണ്ടുപിടിക്കുക, എന്തോ ഒരു കളക്ട് ചെയ്യുക, അങ്ങനെ എന്തോ ഒരു ഗെയിമുണ്ട് ലൈക്ക് സിമിലർ ടു ദാറ്റ്. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നു. 4chan വരുന്നത്. എല്ലാം 4chan എന്നാണല്ലോ എല്ലാം തുടക്കം. അപ്പോൾ അതിലൊരു ഇമേജ് വരുന്നു. പിന്നെ അതിനെ ആൾക്കാരെടുത്തിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിലിങ്ങനെ നമ്മളെ പിടിക്കാൻ വരുന്ന ഒരു പ്രേതമുണ്ട്, പിന്നെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻ്റർനെറ്റിലെ ആൾക്കാർ അത് ഭയങ്കര ഫേമസ് ആക്കുന്നു. റെഡിറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കലും സബ് റെഡിറ്റ് വരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു. ബാക്ക് റൂംസാണ് അതിൻ്റെ പേര്. ആ സംഭവത്തിന് കെയ്ൻ പാഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കെയ്ൻ പിക്സൽസ് എന്ന് ഇപ്പോഴും ഉണ്ട് യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനലിൽ ചങ്ങായി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചങ്ങായിക്ക് ചെറിയ പ്രായസമുള്ളൂ കേട്ടോ. ഇപ്പോൾ 17 എന്തോ വയസ്സുള്ളൂ. ഈ സിനിമ ബാക്ക് റൂംസ് ഇറങ്ങുമ്പോൾ കറി ബേക്കർ എന്ന് പറഞ്ഞില്ലേ മറ്റേ ഒബ്സഷൻ്റെ ആ ചങ്ങ, അവന് 26 വയസ്സുണ്ട്, എന്നാലും 30 വയസ്സ് താഴെയാണ്. ഇത് കെയ്ൻ പാഴ്സൺസിന് ഇപ്പോഴും 17-19 എന്തോ ആ ഒരു റേഞ്ചിലാണ് വയസ്സ്. ആണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. കെയ്ൻ പാഴ്സൺസ് ഏജ് വൺ ഓഫ് ദ 20 വയസ്സ് കേട്ടോ. ഓക്കെ, 2005 20 വയസ്സ്. വൺ ഓഫ് ദ യങ്ങസ്റ്റ് A24 ഇത് A24 മൂവിയാണ്. അപ്പോൾ A24 വൺ ഓഫ് ദ യങ്ങസ്റ്റ് ഡയറക്ടറാണ്. ഈ സിനിമയ്ക്ക് 10 മില്യൺ ചിലവുണ്ട്. അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഒരു VFX ആർട്ടിസ്റ്റാണ്, മര്യാദയ്ക്ക് അനിമേറ്റൊക്കെ ചെയ്യാൻ അറിയാം. ഈ AOTൻ്റെ കുറേ എഡിറ്റ്സും AOTൻ്റെ കുറേ അനിമേഷൻസ് പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. ഈ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് ബാക്ക് റൂംസ് ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ട് ഫുട്ടേജ് രീതിയിൽ ക്യാമറ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ബാക്ക് റൂംസിൻ്റെ ആ ഒരു മഞ്ഞ വാളിൻ്റെ ഇടയിൽ കൂടെ പോയി അസിങ്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവർ ഒരു പാരലൽ വേൾഡ് ഉണ്ടാക്കാൻ നോക്കിയെന്നും അത് ആ എക്സ്പെരിമെൻറ്റ് പണി പാളിയിട്ട് ശരിക്കുള്ള ആൾക്കാർ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂ ഡയമെൻഷൻ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ഉണ്ടായിട്ട് ആ പാരലൽ വേൾഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വേറെ ഡയമെൻഷനിലേക്ക് ആൾക്കാർ ചെന്ന് പെടുകയും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കുറേ മില്യൺ വ്യൂസുള്ള കുറേ വീഡിയോസ് കെയ്ൻ പിക്സലിൻ്റെ ചാനലിലുണ്ട്. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു ഷുഡ് വാച്ച് മൂവി ഫസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതൊക്കെ ഇരുന്ന് കാണുമായിരിക്കും നല്ലത്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട് ഈ ബാക്ക് റൂംസിനെ കുറിച്ച് പണ്ട്, പക്ഷേ ഞാൻ ആ വീഡിയോസ് ഫുള്ളൊന്നും കണ്ടിട്ടില്ല. എനിക്കത് ഇപ്പോൾ കണ്ടിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ
എനിക്കെന്തോ സിനിമ കാണണമെന്നുണ്ട്. കാരണം സിനിമ എല്ലാവരും അമ്മാതിരി പൊക്കി അടിക്കുകയാണ്. അമേരിക്ക ഓൾറെഡി റിലീസ് ചെയ്തു. ഈ A24 കാര്യം അറിയാലോ, ഇവന്മാർ ഒരു സിനിമയും മര്യാദയ്ക്ക് ഇന്ത്യയിലും ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റിലീസ് ചെയ്യില്ല. ബെസ്റ്റ് എക്സാമ്പിളാണ് മാർട്ടി സുപ്രീം. അവരുടെ ഏറ്റവും ചിലവേറിയ സിനിമയാണ്. അതുപോലും ഓസ്കർ കിട്ടിയ സിനിമ പോലും എന്ത് ചെയ്തിട്ടില്ല, അല്ല ഓസ്കർ നോമിനേറ്റ് ചെയ്ത സിനിമ പോലും എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് സമയത്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. ഒരു മാസം കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്തത്. ആ തോന്നിയ ദിവസം അവന്മാരുടെ മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ റിലീസ് ചെയ്തു. അതിൻ്റെ പ്രീമിയർ ഷോവും കുറേ ഷോ ഒക്കെ മുന്നേ ഉണ്ടായിരുന്നു. വൻ റിവ്യൂസ് ആണെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വൻ പൊക്കിയടിയാണ് ബാക്ക് റൂംസിനെ. മെയ് 29 റിലീസ് ചെയ്തു. നമ്മുടെ അവിടെ ജൂൺ 12 റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എവരി വൺ ഷുഡ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകൾ നമ്മളും ഇവിടെ കുറേ പേരുണ്ടടേ, നമ്മളും കാണുന്നുണ്ട് സിനിമ, നമുക്കും കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യടേ എന്ന്. ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും കുറേ ഓഡിയൻസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേ മേ തിങ്ക്, ഓഹോ ഇവിടെയും ഈ ഇന്ത്യയിൽ കുറേ ആൾക്കാരുണ്ടല്ലേ, എന്നാൽ പിന്നെ കുറച്ച് അവിടെ റിലീസ് ചെയ്യാം, സെയിം ഡേ നമുക്ക് അവിടെ നിന്ന് കുറേ പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടെങ്കിലും ഇവന്മാർ ഇതൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഭയങ്കര ഒരു ഇൻ്റർനെറ്റ് ലോറുള്ളതാണ്. സോ ഐ വുഡ് സജസ്റ്റ് ഡോണ്ട് വാച്ച് ദ യൂട്യൂബ് വീഡിയോസ് നൗ, യു ഗോ വാച്ച് ദ മൂവി ഫസ്റ്റ് ദെൻ. കാരണം എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ കണ്ടിന്യൂഷൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല, അത് വേറെ തന്നെ ഒരു കഥയായിരിക്കും. സോ ആ കഥ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വന്നിട്ട് ബാക്കിയുള്ള കുറേ കെയിൻ പിക്സൽസിൻ്റെ ചാനലിലുണ്ട്, ഇഷ്ടംപോലെ വേറെയും കുറേ സംഭവങ്ങൾ. ഒരു പെൺകുട്ടിയൊക്കെ ഇങ്ങനെ ഒരു മിററിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന അങ്ങനെയും കുറേ ഫുട്ടേജസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സംഭവമുണ്ട്. ഒന്നുമില്ല, ഒരു വേറൊരു ഡയമെൻഷൻ ഉണ്ടായി, ഒരു മെയ്സിൽ പെട്ട പോലെ കുറേ ഉള്ളിക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ, ഒരു അന്തം കുന്തും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം. അപ്പോൾ അതിനെക്കുറിച്ച് അതിനൊരു കുറേ ക്യാരക്ടേഴ്സും ഇങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഒരു ഇത്. സോ ഐ തിങ്ക് ഐ വുഡ് സജസ്റ്റ് യു ഗോ വാച്ച് ദ മൂവി ഫസ്റ്റ്, ദെൻ come back to the internet lore later if you like the movie. So that's my take on that. So I am very much looking forward to June 12. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യക്കാരുടെ മാനം കെടുത്തിയ എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുന്ന് വേണ്ടി ടെക്കൊക്കെ ചെയ്യുന്ന യൂട്യൂബറില്ലേ, ഭയങ്കര ടെക്കിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. മിസ്റ്റർ ഹൂസ് ദി ബോസ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ ചാനലിൻ്റെ പേര്. പുള്ളിയുടെ ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ AI+ എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ കമ്പനി ഉണ്ടെന്നും അവർ ഫുള്ള് ചൈനയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമൊക്കെ ചെയ്തിട്ട് ചൈനയിൽ നിന്ന് ഡാറ്റ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഈ MIയും ഷവോമിയൊക്കെ വിവോയും ഒപ്പം ഒന്നും ആരും മേടിക്കേണ്ട, ഇന്ത്യയിൽ നിന്നുള്ള ഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണ് ഇറക്കിയത്ര. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒരു കമ്പനിയെ കുറിച്ചേ കേട്ടിട്ടില്ല. 7,000 രൂപയ്ക്കോ 4,000 രൂപയ്ക്കൊക്കെ ഫോൺ ഇറക്കുന്നുണ്ട് എന്നൊക്കെയാണ് അതിലവൻ പറയുന്നത്, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫോൺ ഇറക്കിയിട്ട് ആ ഫോണേ ചൈനയിൽ നിന്ന് അടിച്ചു മാറ്റി, ഐ മീൻ ഈ OEM ചെയ്യുമല്ലോ, അവർ ഉണ്ടാക്കും, പിന്നെ നമുക്കത് മേടിച്ച് അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഈ പോർട്ട് എടുത്ത് ഇപ്പുറത്തിട്ട് ഇങ്ങനെയൊക്കെ മാറ്റിയിട്ട് ആണ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു എക്സ്പ്ലോസീവ് വീഡിയോ ഉണ്ടായിരുന്നു. ആകെ മനക്കേട് ആയിട്ടുണ്ട്. ഇവൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എല്ലാവരും കാണുന്ന ഈ MKBHD ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഈ ടെക്കിൻ്റെ മെയിൻ ഒരാളാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പുള്ളി ഇപ്പോൾ പറഞ്ഞ ഒരു എക്സ്പ്ലോസീവ് വീഡിയോ ചെയ്തതാണ്. ഇന്ത്യക്കാരനെ അങ്ങോട്ട് നൈസാക്കിയിട്ടുണ്ട്. ഇവൻ ഇന്ത്യക്കാരനാണ്, ഈ UK ഇരിക്കണമെന്നുള്ളൂ. അപ്പോൾ അയാളുടെ ഈ AI+ എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു മാധവോ എന്താണ് അവൻ്റെ പേര്, അപ്പോൾ അവനുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അതിലും ആ ചങ്ങായി ഇതിനായിട്ട് ന്യായീകരിച്ചിട്ട് ഇതങ്ങനെയല്ല ഇതിങ്ങനെയല്ല, ചൈനീസ് ആപ്പ് ബോട്ട് വെയറും ചൈനീസ് ആപ്പുകളും ചൈനക്കാരുടെ ഡാറ്റ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോണിൽ തന്നെ ബോട്ട് വെയറും ഉണ്ട്, ചൈനക്കാരുടെ ആപ്പ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രൈവസി പോളിസി തന്നെ പറയുന്നുണ്ട് ഡാറ്റ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഇന്ത്യക്കാരുടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോമിസിൽ ഇറക്കുന്ന ഫോണുകളില്ലേ, ഇത് എല്ലാവർക്കും അറിയാം. ഈ പൊട്ടന്മാരെയാണ് ഇത് വിശ്വസിക്കുന്നത്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫോണ്. നത്തിങ് ഈസ് മെയ്ഡ് ഇൻ ഇന്ത്യ, എല്ലാം അസംബിൾഡ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ആർക്കും അറിയാത്തത്. പക്ഷേ
ഈ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് ചൈനക്കാർക്കെതിരെ നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം ഫോണ്. പണ്ടൊരു മൊബൈൽ 251 പറഞ്ഞിട്ടൊരു പറ്റിക്കലുണ്ടായിരുന്നല്ലോ, പണ്ട് ഒരു ഫുൾ പേജ് ന്യൂസ് പേപ്പറിൽ ആഡ് വന്നിട്ട് 250 രൂപയ്ക്ക് ഫോണെന്ന് പറഞ്ഞിട്ടാണ്. അതുപോലത്തെ അതൊന്നും ഇവർ കേട്ടിട്ടില്ല എന്ന് തോന്നി. ഇനി അത് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്തിട്ട് വീണ്ടും ഇന്ത്യക്കാരുടെ മാനം പോകും. സോ ടെക് സ്പേസിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഇത്തിരി മോശം പേരാണ്. അതിൽ AI+ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി, പേരൊക്കെ അത് AI+, എന്നിട്ട് ഉണ്ടാക്കണം 4000 രൂപ ഫോൺ. ആയിട്ട് ഒരു ബന്ധമില്ല, അറിയില്ല. സോ അങ്ങനെയാണ് ഇന്ത്യക്കാരുടെ മാനം പോയത്. പിന്നെ എന്താണ് അടുത്ത ന്യൂസ്? പിന്നെ കുറേ സീരീസ് റണ്ണിങ് ആണ്. വിഡോസ് ബേ, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, വിഡോസ് ബേൻ്റെ ഫൈനൽ സീസൺ ഈ ആഴ്ച വരും. പൊള്ളി. കഴിഞ്ഞ ആഴ്ച 2 എപ്പിസോഡ് ഡ്രോപ്പ് ചെയ്തവർ പെട്ടെന്ന് ഒരു ദിവസം നോക്കണു, ഒരു എപ്പിസോഡിൻ്റെ പകരം 2 എപ്പിസോഡ്. ആപ്പിൾ TV-യിലാണുള്ളത്. എന്തായാലും കാണാം. ഹൊറർ കോമഡി ജോണറിയിലാണ് അത് വരുന്നത്. പിന്നെ യൂഫോറിയൻ്റെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മൺഡേ മോർണിംഗിലാണ്, കണ്ടിട്ടില്ല. യൂഫോറിയൻ്റെ ഫിനാലെ ഇറങ്ങിയിട്ടുണ്ടോ ഈ സമയമാകുമ്പോഴേക്കും, എന്താവോ എന്തോ അറിയില്ല. പിന്നെ ഏതാ റണ്ണിങ്ങിൽ ഫ്രം കഴിഞ്ഞ ആഴ്ച മെമ്മോറിയൽ ഡേ എന്തോ ഒരു ഡേ ഉണ്ട് അമേരിക്കയിൽ. അത് കാരണം അവർ ഫ്രം എയർ ചെയ്തിട്ടില്ല. 6th or 7th എപ്പിസോഡ് എയർ ചെയ്തിട്ടില്ല. ഇനി എയർ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ആഴ്ച ആയിരിക്കും അതിൻ്റെ എപ്പിസോഡ് വരിക. അടുത്ത ആഴ്ച അങ്ങനെ കണ്ടിന്യൂ ആവും. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല. വലിയ സംഭവിക്കുമോ അറിയില്ല. അപ്പോൾ അതും നോക്കാനുണ്ട്. സോ ലെറ്റ് സീ. ഞാൻ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു റീൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ന്യൂസ്. പിന്നെ ഒരു കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇനി അടുത്തത് നമ്മുടെ സിനിമാ തിയേറ്ററിലും OTT-യിലും വരുന്ന സിനിമകളും സീരീസുകളെ കുറിച്ച് നോക്കാം. ഒരുപാട് കിടിലൻ സിനിമകൾ ഈ ഫസ്റ്റ് വീക്ക് തൊട്ടേ ഉണ്ട്. ജൂൺ 5-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് സിനിമ ആ ദിവസം മാത്രം ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ ട്രബിൾ മാറ്റി ഇനി ഫൊർബിൾ ആക്കേണ്ടി വരുന്ന ഒരു ദിവസം തന്നെ മിക്കവാറും 3-4 സിനിമകൾ കാണാനുണ്ടാവും. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ്. ജൂൺ 5-ാം തീയതി മാത്രം തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ, ഫസ്റ്റ് ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് അഭിനവിൻ്റെ സിനിമയാണ്. നസ്ലിൻ അഭിനയിക്കുന്നത്. ഈ അഭിനവിനെ അറിയാലോ, പുള്ളിക്കാരൻ ഭയങ്കര ഹീസ് വെരി കോൺഫിഡൻറ്റ്. ഇപ്പോൾ കുറേ പോഡ്കാസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഫസ്റ്റ് സിനിമയെ കുറിച്ച് ഞാൻ പണ്ടേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകുന്ദൻ ഉണ്ണി ഈസ് ആക്ച്വലി സീൻ ബൈ സീൻ ടേക്കൺ ഫ്രം നൈറ്റ് ക്രോളർ എന്ന് പറഞ്ഞൊരു സിനിമ. അതല്ല, അങ്ങനെയല്ല, അത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു സിനിമ ചെയ്തു, സിനിമ ഇസ് എ ഹിറ്റ്, സിനിമ എല്ലാവരും ഭയങ്കര ഫ്രഷ് സാധനമാണ്, എല്ലാവരും അംഗീകരിച്ചു. പിന്നെ ഇപ്പം എന്താണ്, നൈറ്റ് ക്രോളർ എന്ന് കുറച്ച് എടുത്തു, അല്ലെങ്കിൽ നൈറ്റ് ക്രോളർ ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് നൈറ്റ് ക്രോളർ, ഞാൻ അതുപോലെ കുറച്ച് സീൻ എടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ മറ്റേ കൊലപാതക കുറ്റമൊന്നുമല്ല. അത് പറഞ്ഞാൽ ചിലപ്പോൾ ഈഗോ ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല, ഞാൻ അറിയില്ല. ബട്ട് ദാറ്റ്സ് എ ഫാക്ട്. സീൻ ബൈ സീൻ കോപ്പിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു പണ്ട് ഞാൻ ഫേസ് ഒന്നും കാണിക്കാണ്ട് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ചെയ്തതാണ്. അതുപോലെ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ നോ അബൌട്ട് ഹിം. പിന്നെ അപ്പോൾ അതാണ്, മോളിവുഡ് ടൈംസ് ഇറങ്ങുന്നുണ്ട്. സോ പുള്ളിക്കാരൻ്റെ കഴിവൊക്കെ അടിപൊളിയാണ്. അത് കുറച്ച് നൈറ്റ് ക്രോളർ എടുത്തു എന്നേ ഉള്ളൂ. അതിനിപ്പോൾ എന്താണ്, അത് ഇങ്ങനെ സമ്മതിച്ചാൽ പോലെ. ഈ സമ്മതിക്കാണ്ട് ഇതിൻ്റെ കിടന്നിങ്ങനെ കറങ്ങണത്, ഐ എക്സ്പെക്റ്റഡ് മോർ ഫ്രം ഹിം. ഓക്കെ, സോ മോളിവുഡ് ടൈംസ് ഈസ് മൈ ഫസ്റ്റ് വാച്ച്. അതായിരിക്കും എൻ്റെ ഫസ്റ്റ് വാച്ച്. ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. പിന്നെ ഹീമാൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്, ഹീമാൻ ആൻഡ് മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ് എന്നിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടാവോ എന്തോ, ഉണ്ടായും കാണാം. പിന്നെ ജൂൺ 4 പെഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാം ചരൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്. അടുത്ത ഡോൺ എന്തോ രാം ചരനാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയും. ഇപ്പോൾ ഡോൺ ഇല്ലല്ലോ, അപ്പോൾ അടുത്തത് രൺവീർ പോയല്ലോ. പിന്നെ ആരാണ് ഡോൺ? ഇപ്പോൾ രാം ചരൺ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയോ റീലൊക്കെ കണ്ടു. അത് ഇവൻ്റെ PR ടീം ചെയ്യണമാണോ അതോ ശരിക്കും ചെയ്യണമാണോ എന്നറിയില്ല. അതായിക്കോട്ടെ. 5-ാം തീയതി വീണ്ടും സ്കാരി മൂവി. ഞാൻ തമിഴ് പടം മാത്രമേ ഒരു സ്പൂഫ് മൂവി, തമിഴ് പടം 2 മാത്രമേ ഒരു സ്പൂഫ് മൂവി തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. സ്കാരി മൂവിയൊക്കെ പണ്ടത്തെ സ്കാരി മൂവിയൊന്നും ഇവിടെ ഒന്നും ഇറങ്ങില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ കണ്ടിരിക്കണം. സോ അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ പരിമള ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേട്ടനും ഉർവശി കൂടെ ഉപയോഗിക്കുന്ന പരിമള ആൻഡ് കോ. സോ അതും നൈസായിട്ടുണ്ട്, ട്രെയിലറും മറ്റേ സംഭവമൊക്കെ.
ഈ ദൃശ്യത്തിൻ്റെ ഒരു ഫൺ വേർഷൻ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. ഒരു കൊലപാതകം ചെയ്യും, പിന്നെ അതിൽ അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ഡേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ാം തീയതി, ജൂൺ 12-ാം തീയതി 2 കിടിലൻ സിനിമകൾ. അതും ഒന്ന് ബാക്ക് റൂംസ്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ബാക്ക് റൂംസും ഡിസ്ക്ലോഷർ ഡേ, നമ്മുടെ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഏലിയൻ മൂവി ഡിസ്ക്ലോഷർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങുന്നത് സെയിം ഡേ ഇറങ്ങുന്നത്. സോ അടുത്ത വീക്കും ബുക്ക്ഡായ, അടുത്ത വീക്കിലും ഫുള്ള് പോകണം 12-ാം തീയതി. ഓക്കെ. പിന്നെ വരവ് എന്ന് പറഞ്ഞിട്ട് ഷാജി കൈലാസിൻ്റെ എന്തോ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, അത് വേറൊരു സംഭവം. ജൂൺ 19-ന് ടോയ് സ്റ്റോറിൻ്റെ 5 ഇറങ്ങുന്നുണ്ട്. അതുപോലെ അടുത്ത ഈ മാസം മേജർ റിലീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 26-ാം തീയതി ജൂൺ സൂപ്പർ ഗേൾ ഇറങ്ങുന്നുണ്ട്. ജെയിംസ് ഗണ്ണിൻ്റെ അണ്ടറിൽ വരുന്ന ഡി സിക്കാരുടെയൊക്കെ. ഇപ്പോൾ ഡി സിക്കാർ ആക്ച്വലി ആകെ പെട്ടിരിക്കുകയാണ്. ലൈക്ക് പാരമൗണ്ടുകാരാണ് ഇപ്പോൾ അതിൻ്റെ ഓണേഴ്സ്, വാർണർ ബ്രോസിൻ്റെ ഓണേഴ്സ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഇനി ഡീസിൻ്റെ ഇത് കണ്ടിന്യൂ ആവോ അതോ ഇവരെ പുറത്താക്കോ, ജെയിംസ് ഗണ്ണിനെ പുറത്താക്കോ അതറിയില്ല, കാണാം. ട്രെയിലറൊക്കെ കുറച്ച് മിക്സ്ഡ്. ഫസ്റ്റ് ഒരു ടീസർ വന്നത് നൈസായിരുന്നു, പിന്നെ ഒരു ട്രെയിലറൊക്കെ വന്നപ്പോൾ അയ്യത് നെങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിക്കോട്ടെ. പിന്നെ അടുത്ത മാസം അറിയാമല്ലോ 17-ാം തീയതി 31-ാം തീയതി ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വെച്ചോ. ദ ഒഡീസി ഇറങ്ങുന്നുണ്ട്. ഐമാക്സിൽ തന്നെ പോകണം. ഫസ്റ്റ് ഡേ ഐമാക്സ് ഒക്കെ കിട്ടുമോയെന്ന് അറിയില്ല, നോക്കാം. പിന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ 31-ാം തീയതി ജൂലൈ, അത് അടുത്ത മാസം, ഈ മാസമല്ല. സോ ദാറ്റ്സ് ഓൾ ദ തിയേറ്റർ റിലീസസ്. OTT-യിൽ ഈ ആഴ്ച, ഇനി വരാൻ പോകുന്ന ആഴ്ച ഏറ്റവും മെയിനായിട്ടുള്ള റിലീസ് ജൂൺ 5-ാം തീയതിയാണ്. ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ പേട്രിയറ്റ്, നമ്മുടെ മലയാളത്തിൽ പേട്രിയറ്റ് Z5-കാരാണ് എടുത്തിരിക്കുന്നത്. C5-ൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം, വലിയ ഗുണമൊന്നുമില്ല, നമ്മൾ അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞതാണ്. പിന്നെ ഏതാണ് മെയിനായിട്ട് വരുന്നത്, സ്പാ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. സ്പാ നിങ്ങൾക്ക് OTT കാണണമെങ്കിൽ കുറച്ച് അഡൽട്ട് കോണ്ടൻ്റാണ്, അപ്പോൾ മിക്കവാറും ഇങ്ങനെ കാണണമായിരിക്കും നല്ലത്. പിന്നെ ദൃഢം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു സിനിമ, അത് ഞാൻ മിസ് ചെയ്താണ് തിയേറ്ററിൽ. അത് ജൂൺ 12-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഡിജിറ്റൽ റിലീസ് ഒന്നും കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. സോ നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച സംഭവിച്ചത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ജൂൺ 5. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു നെക്സ്റ്റ് വീക്ക്.